നമസ്കാരം. മാർക്ക് ഫെല്ലർ പുറത്തേക്ക് ഇറങ്ങി വന്നതും ഫസ്റ്റ് എൽഡർ മാർക്കിനെ കണ്ടു. ഫസ്റ്റ് എൽഡർ മാർക്കിനെ നോക്കിയ ആ നിമിഷത്തിൽ മാർക്ക് ഫസ്റ്റ് എൽഡറോട് ചോദിച്ചു, ഹേയ് ഫസ്റ്റ് എൽഡർ, നിങ്ങൾ വളരെ വേഗത്തിൽ എത്തിയിരിക്കുകയാണല്ലോ. അങ്ങനെ മാർക്ക് പറഞ്ഞപ്പോൾ മാർക്കിനെ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ഫസ്റ്റ് എൽഡർ മാർക്കിനോട് ചോദിച്ചു, ഓഹോ, നീ നിന്റെ സ്പിരിച്വൽ എനർജി തിരിച്ചു പിടിച്ചല്ലേ? മാർക്ക്, നീ നേസൻ സോളിലെ എത്തിയോളാം. അത് കേട്ടതും മാർക്ക് ചിരിച്ചുകൊണ്ട് ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഫസ്റ്റ് എൽഡർ, എന്തു പറ്റി? നിങ്ങൾക്ക് ഞെട്ടലോ ഉണ്ടോ? മാർക്ക് ഫെല്ലർ ശരിക്കും ഒരു ജീനിയസ് ആണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഫസ്റ്റ് എൽഡർക്ക് സംശയമൊന്നുമില്ല. അയാൾ ധരിച്ചത് മാർക്ക് മൈറ്റി ലെവലിലെ ഒരു യോദ്ധാവാണെന്നാണ്. പക്ഷെ മാർക്ക് വെറും നേസൻ ലെവലിലെ ഒരു യോദ്ധാവാണെന്ന് കണ്ടപ്പോൾ അയാളുടെ മുഖത്ത് ഒരു വല്ലാത്ത അമ്പരപ്പ്. മാർക്കിന്റെ ചോദ്യം കേട്ടതും ഫസ്റ്റ് എൽഡർ മാർക്കിനോട് പറഞ്ഞു, ഡാ, നിന്റെ ഈ അഹങ്കാരമുണ്ടല്ലോ, അത് ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കും. അങ്ങനെ ഫസ്റ്റ് എൽഡർ പറഞ്ഞതും ഹാൻസ് മില്ലർ മുന്നോട്ട് വന്നു. ഹാൻസ് മില്ലർ ഫസ്റ്റ് എൽഡർ നോക്കി ഒന്ന് തൊഴുതു. ഗ്രീറ്റിംഗ്സ് ഫസ്റ്റ് എൽഡർ. ഹാൻസ് മില്ലർ അങ്ങനെ പറഞ്ഞതും ഫസ്റ്റ് എൽഡർ ഹാൻസ് മില്ലറെ നോക്കി, ഹാൻസ്, നീ എന്താ ഇവിടെ? നീയും മാർക്കിനൊപ്പം കൂടിയിരിക്കുകയാണോ? ഫസ്റ്റ് എൽഡർ, ഇത് എക്സ്ചേഞ്ച് ഗിൽഡാണ്, ഇവിടെ ആർക്കും വരാമല്ലോ. ഞാൻ മാർക്കിനൊപ്പം ഇവിടെ വന്നാൽ അല്ലെന്താ തെറ്റ്? ഹാൻസ്, നീ മില്ലർ കുടുംബത്തിലെ ആളാണെന്ന് കരുതി ഹെവൻലി ക്ലൗഡ് സെക്ഷനുമായി ഉടക്കാൻ തീരുമാനിച്ചാൽ എനിക്ക് നിന്നെയും കൂടി അവസാനിപ്പിക്കേണ്ടി വരും. അങ്ങനെ ഫസ്റ്റ് എൽഡർ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഫസ്റ്റ് എൽഡറോടായിട്ട് പറഞ്ഞു, ഫസ്റ്റ് എൽഡർ, നിങ്ങൾ സ്വയം അങ്ങ് തീരുമാനിച്ചാൽ അത് ചിലപ്പോൾ അങ്ങോട്ട് ശരിയാകില്ല. മാർക്ക് എങ്ങും തൊടാതെയാണ് ആ വാചകം പറഞ്ഞത്. അത് കേട്ടതും കൂടുതൽ ഡയലോഗിനൊന്നും നിൽക്കാതെ ഫസ്റ്റ് എൽഡർ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറി. അയാളുടെ പുറകിൽ കുറേയേറെ പ്രൊട്ടക്ടേഴ്സ് നിൽപ്പുണ്ട്. ഹെവൻലി ക്ലൗഡ് സെക്ഷന് വേണ്ടി ആളുകളെ വേട്ടയാടാൻ പോകുന്ന ആളുകളെ നമുക്ക് പ്രൊട്ടക്ടർ എന്ന് വിളിക്കാം. അങ്ങനെയുള്ള കുറേയേറെ ആളുകൾ നിൽപ്പുണ്ട്. ഒരു വൻ സേനയുമായിട്ടാണ് ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ നിന്ന് ഇപ്രാവശ്യം ഫസ്റ്റ് എൽഡർ എത്തിയിരിക്കുന്നത്. ആ പ്രൊട്ടക്ടേഴ്സ് അയാളുടെ പുറകിൽ നിൽക്കുകയാണ്. ആ പ്രൊട്ടക്ടേഴ്സിന്റെ മുന്നിലേക്കാണ് ഫസ്റ്റ് എൽഡർ ഒന്ന് കയറി നിന്നത്. മുന്നിലേക്ക് ഫസ്റ്റ് എൽഡർ കയറിയതും ഹാൻസ് മില്ലർ ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഫസ്റ്റ് എൽഡർ, ഈ എക്സ്ചേഞ്ച് ക്ലൗഡിൽ വന്നിട്ടാണോ നിങ്ങൾ ഈ വേല കാണിക്കുന്നത്? ഹാൻസ് അത് ചോദിച്ചതും ഫസ്റ്റ് എൽഡർ ഹാൻസിനോടായി പറഞ്ഞു, എന്ത് എക്സ്ചേഞ്ച് ക്ലൗഡ്? ഹെവൻലി ക്ലൗഡ് സെക്ഷനെതിരെ ആര് തിരിഞ്ഞാലും അവരെ അവസാനിപ്പിക്കാൻ എനിക്ക് അധികാരമുണ്ടോ, ഞാനത് ചെയ്യുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ പെട്ടെന്ന് അയാളുടെ ഇന്റേണൽ എനർജി റിലീസ് ചെയ്തു. ഫസ്റ്റ് എൽഡർ ഒരു സംഭവമാണെന്ന് കാണികൾക്ക് ബോധ്യമാകുന്ന ശൈലിയിൽ അയാളുടെ ആ കപ്പാസിറ്റി അവിടെ കാണിക്കുകയാണ്. അയാളുടെ ചുറ്റുമായി വായുവിനൊരു ഇളക്കം. അയാളുടെ ഇന്റേണൽ എനർജി അയാൾ റിലീസ് ചെയ്തതും ചുറ്റുമുള്ള വായു ഒന്ന് ചലിച്ചതാണ്. ശരിക്കും ഒരു കാറ്റ് ചുറ്റുമുണ്ടായി. ആ കാറ്റ് അയാളുടെ ആ ഇന്റേണൽ എനർജി പുറത്തേക്ക് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചുറ്റും അങ്ങ് വ്യാപിച്ചു. ആ കാറ്റ് ചുറ്റും ഇങ്ങനെ വ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചുറ്റുമുള്ള ആളുകളിൽ ഒരു പ്രഷർ ചെലുത്തുകയാണ്. ശക്തമായൊരു പ്രഷർ ആളുകളുടെ പുറത്ത് അങ്ങനെ അനുഭവപ്പെട്ടപ്പോൾ തികച്ചും അമ്പരിപ്പിക്കുന്ന ശൈലിയിൽ മറ്റൊരു രംഗം അവിടെ ഉണ്ടായി. ആ എക്സ്ചേഞ്ച് ഗിൽഡിന്റെ പല ഭാഗത്തു നിന്നായി ഒരു പ്രകാശരശ്മി നേരെ മുകളിലേക്ക് ഉയർന്നു. വളരെ വിശാലമായ ഒരു മാർക്കറ്റാണ് ഈ എക്സ്ചേഞ്ച് ഗിൽഡ് എന്ന് പറയുന്നത്. സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ആ മാർക്കറ്റിൽ പല ഭാഗത്തുനിന്നായി മുകളിലേക്ക് ഉയർന്ന ആ പ്രകാശരശ്മികൾ ആകാശത്ത് ഒരു കുട തന്നെ ഉണ്ടാക്കി. ഒരു വലിയ കുട. ആ കുടയുടെ എല്ലാ ഭാഗത്തേക്കും കമ്പികൾക്ക് പകരം രശ്മികൾ അങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. ആ കുട ഇപ്പൊ കൃത്യമായും ഫസ്റ്റ് എൽഡറുടെ തലയ്ക്ക് മുകളിലാണ്. പെട്ടെന്നാണ് ആ കുട താഴേക്ക് വന്നത്. ആ കുട ഫസ്റ്റ് എൽഡറിൽ നിന്ന് ഏകദേശം ഒരു 50 അടി മുകളിലേക്ക് എത്തിയപ്പോൾ ശക്തമായ ഒരു പ്രഷർ ഫസ്റ്റ് എൽഡറുടെ മുകളിൽ അനുഭവപ്പെട്ടു. അതേസമയത്ത് ആ കുടയിൽ നിന്ന് ശരിക്കും കൊല്ലാനുള്ള ഒരു ത്വര ആ എൻറ്റിയർ മേഖലയിലും അനുഭവപ്പെടുകയാണ്. മാർക്കിനെ ശരിക്കും ആ കാഴ്ച അമ്പരപ്പിച്ചു എന്ന് പറയാം. അതിശക്തമായ ഒരു കില്ലിംഗ് ഫോർമേഷൻ ആ എക്സ്ചേഞ്ച് ഗിൽഡിന്റെ മുകളിലുണ്ട്. ആ എക്സ്ചേഞ്ച് ഗിൽഡിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ശക്തരായ ആരോ നിർമ്മിച്ചിരിക്കുന്ന ഫോർമേഷനാണ്. മാർക്കിന് വേണ്ടി ഡിവൈൻ സിറ്റിയിൽ ബുദ്ധൂസ് ഉണ്ടാക്കിയതുപോലെ ശക്തമായ ഒരു ഫോർമേഷൻ അവിടെ ആരോ ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഫോർമേഷനാണ് തറയിൽ നിന്ന് ഏകദേശം 50 അടി മുകളിലായി രൂപം കൊണ്ടിരിക്കുന്നത്. ആ 50 അടി മുകളിൽ ആ പ്രകാശം ഒരു കുട പോലെ ആ എക്സ്ചേഞ്ച് ഗിൽഡിനെ മുഴുവൻ കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താഴെ ശക്തമായ പ്രഷർ അനുഭവപ്പെടുകയാണ്. പക്ഷെ ആ പ്രഷറിന്റെ കേന്ദ്ര ബിന്ദു ഇപ്പോ ഫസ്റ്റ് എൽഡർ ആണ്. ഫസ്റ്റ് എൽഡർ ശരിക്കും വിയർത്തു. അയാൾ സങ്കല്പിച്ചതിനേക്കാൾ ശക്തമായ ഒരു ഫോർമേഷനാണ് അയാളുടെ മുകളിൽ അനുഭവപ്പെട്ടത്. അത് കണ്ടതും ഫസ്റ്റ് എൽഡർ അയാൾ റിലീസ് ചെയ്ത ആ ഇന്റേണൽ എനർജി നിമിഷ നേരം കൊണ്ട് പിൻവലിച്ചു. അയാളുടെ ബോഡിയിൽ ഇപ്പോ ആ യുദ്ധസമാനമായ ഒരു സംഭവമില്ല എന്ന് ബോധ്യമായതും മുകളിലുണ്ടായ ആ കുടയിൽ നിന്ന്
താഴേക്ക് വന്നുകൊണ്ടിരുന്ന ശക്തമായ ആ പ്രഷറും ഒന്ന് കുറഞ്ഞു. അപ്പോഴാണ് ഫസ്റ്റ് എൽഡർ ഒന്ന് ശ്വാസം നേരെ എടുക്കുന്നത്. അയാളെ ശ്വാസം മുട്ടിക്കത്തക്ക ശൈലിയിൽ മുകളിൽ നിന്ന് താഴേക്ക് ശക്തമായ പ്രഷർ അനുഭവപ്പെട്ടത്. ശ്വാസം ഒന്ന് വലിച്ചെടുത്തിട്ട് ഫസ്റ്റ് എൽഡർ മാർക്കിനോട് പറഞ്ഞു, ഹേയ് മാർക്ക്, ഈ എക്സ്ചേഞ്ച് ഗിൽഡ് നിന്നെ എപ്പോഴും സംരക്ഷിക്കത്തില്ല. ഇവിടെ ഒരു നിയമമുണ്ട്. ഇവിടെ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വരുന്നവർക്ക് ഒരു പകല് മാത്രമേ ഇവിടെ തങ്ങാൻ പറ്റൂ. നീ ഇവിടുന്ന് പുറത്തിറങ്ങിയേ പറ്റൂ. ഞാൻ നിനക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ട് ഫസ്റ്റ് എൽഡർ അയാളുടെ ടീമിനൊപ്പം ആ ഗിൽഡിൽ നിന്ന് പുറത്തേക്ക് നടന്നു തുടങ്ങി. ഫസ്റ്റ് എൽഡറും ടീമും ആ ഗിൽഡിൽ നിന്ന് പുറത്തേക്ക് മൂവ് ചെയ്തതും മുകളിൽ രൂപപ്പെട്ട ആ കുട പെട്ടെന്ന് അപ്രത്യക്ഷമായി. ആ ഗിൽഡിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ സംവിധാനം ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണെന്ന് അത് കണ്ടപ്പോൾ മാർക്കിന് മനസ്സിലായി. ഇപ്പോ ആ എക്സ്ചേഞ്ച് ഗിൽഡിലെ വിവിധ കടകളിലെ മുറ്റത്തൊക്കെ നിൽക്കുന്ന ആളുകൾ മാർക്ക് ഫെല്ലറെയും ഹാൻസ് മില്ലറെയും അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ഗിൽഡിന് പുറത്ത് മാർക്ക് ഇറങ്ങിയാൽ ആ നിമിഷം ഫസ്റ്റ് എൽഡർ മാർക്കിനെ അറ്റാക്ക് ചെയ്യും. അത് അകത്തുള്ള എല്ലാവർക്കും അറിയാം. മാർക്കിനെ അടുത്ത് നിൽക്കുന്ന ഹാൻസ് ആ ഗിൽഡിനകത്തുള്ള ആളുകളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമ്മൾ ഇനി എന്ത് ചെയ്യും? ഹാൻസ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് തൽക്കാലം ആ കടയിലേക്ക് കയറാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ഹാൻസിനൊപ്പം അകത്തേക്ക് കയറി. നേരത്തെ ലൈഫ് എനർജി വാങ്ങാനായി അവർ ചെന്ന അതേ കടയിലേക്ക് മാർക്ക് ചെന്നതും ആ കടക്കാരൻ ചോദ്യമൊന്നും ഉന്നയിക്കാതെ ആ ലൈഫ് എനർജിയുടെ ജാർ എടുത്ത് മാർക്കിന്റെ മുന്നിലേക്ക് വെച്ചു. അത് കണ്ടതും ഹാൻസ് മില്ലർ അയാൾക്ക് ഹാൻസ് മില്ലറുടെ കൈവശമുണ്ടായിരുന്ന അമൂല്യമായ ചില മരുന്നുകൾ ഹാൻഡ് ഓവർ ചെയ്തു. റിഫൈൻ ചെയ്യപ്പെട്ട മരുന്നുകളുടെ ഒരു ശേഖരം തന്നെ ഹാൻസ് മില്ലറുടെ കൈവശമുണ്ട്. സന്തോഷത്തോടു കൂടിയാണ് ആ കടക്കാരൻ ഇപ്രാവശ്യം ആ ഗുളികൾ ഏറ്റുവാങ്ങിയത്. നേരത്തെ ആ മരുന്നുകൾക്ക് പകരം അയാൾ ചോദിച്ചത് ഹാൻസ് മില്ലറുടെ കൈവശമുള്ള ആ വെള്ളി വാളാണ്. ആ ഗുളികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ കടക്കാരൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ഗുളികൾക്ക് വേണ്ടിയല്ല ഇപ്പോ ഞാൻ ഈ ലൈഫ് എനർജി നിനക്ക് നൽകുന്നത്. നിനക്ക് ഇത് ഉപയോഗപ്പെടണം എന്ന് കരുതി തന്നെയാണ് നൽകുന്നത്. അങ്ങനെ ആ കടക്കാരൻ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ആ ലൈഫ് എനർജിയുടെ ജാറ് കയ്യിലെടുത്തു. അതിനുശേഷം മാർക്ക് ആ കടയിൽ ഒന്ന് നോക്കുമ്പോൾ ആ കടകൾക്കിടയിലായി നടുക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. മാർക്ക് ആ പ്ലാറ്റ്ഫോമിന് നേരെ നടന്നു. ആ പ്ലാറ്റ്ഫോമിന്റെ മുകളിലേക്ക് കയറിയ മാർക്ക് അവിടെ ചപ്രമടിഞ്ഞിരുന്നു. അതിനുശേഷം ആ ലൈഫ് എനർജിയുടെ ജാർ തുറന്ന മാർക്ക് ഫെല്ലർ ജാറിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ലൈഫ് എനർജി ഒറ്റ വലിക്ക് ഉള്ളിലേക്ക് എടുക്കുകയാണ്. മാർക്ക് കണ്ണടച്ച് അതിനോടൊപ്പം ബ്രീത്ത് ചെയ്യാനും തുടങ്ങി. മാർക്ക് ബ്രീത്ത് ചെയ്ത് തുടങ്ങിയോടുകൂടി ആ എക്സ്ചേഞ്ച് ഗിൽഡിനകത്ത് ഉള്ള ഊർജം പതുക്കെ പതുക്കെ മാർക്കിനടുത്തേക്ക് ഒഴുകി വരികയാണ്. ആളുകൾ വല്ലാത്തൊരു കൗതുകത്തോടെയാണ് ആ കാഴ്ച കണ്ടത്. സകല മേഖലയിൽ നിന്ന് സ്പിരിച്വൽ എനർജി ഒഴുകി ആ മണ്ഡപത്തിലെത്തി. ആ മണ്ഡപത്തിന്റെ നടുക്ക് ചമ്രം പടിയിരുന്ന് ബ്രീത്ത് ചെയ്യുന്ന മാർക്ക് ഫെല്ലറുടെ ബോഡിയിലേക്ക് ആ ഊർജ്ജമെല്ലാം കൂടി വന്ന് സ്പർശിക്കുകയാണ്. ശരിക്കും കട്ടിയുള്ള മഞ്ഞ് ഒഴുകിയെത്തി മാർക്കിനെ തഴുകുന്നത് പോലെ ഒരു തോന്നലാണ് ആളുകൾക്ക് ഉണ്ടാവുന്നത്. ആളുകൾ ശരിക്കും കൗതുകത്തോടെയാണ് ആ കാഴ്ച കാണുന്നത്. മാർക്കിന് ചുറ്റും ഒരു ചെറിയ ചുഴി ഉണ്ടായിട്ടുണ്ട്. ചുറ്റുമുള്ള സ്പിരിച്വൽ എനർജി മുഴുവൻ മാർക്കിന് ചുറ്റും ഇങ്ങനെ കറങ്ങി പതുക്കെ പതുക്കെ മാർക്കിന്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. മാർക്കിന്റെ വായിലൂടെയും മൂക്കിലൂടെയും മാർക്കിന്റെ എൻറ്റയർ പോസ് വഴിയും ആ ഊർജം മാർക്ക് വലിച്ചെടുക്കുകയാണ്. എല്ലാ മേഖലയിൽ നിന്നും ഊർജം മാർക്കിനടുത്തേക്ക് ഇങ്ങനെ ഒഴുകിയെത്തി മാർക്കിന് ചുറ്റും ഒന്ന് കറങ്ങി മാർക്കിന്റെ പുറത്ത് അപ്രത്യക്ഷമാകുന്ന തികച്ചും കണ്ണം ചീക്കുന്ന ആ കാഴ്ച വല്ലാത്തൊരു കൗതുകത്തോടെയാണ് ആളുകൾ കണ്ടത്. ഈ കാഴ്ചയെക്കുറിച്ച് വിവരം കിട്ടിയ പുറത്തെ കടകളിൽ നിന്ന് ആളുകളും അകത്തേക്ക് ഓടിയെത്തി. ആ പുറത്തെ കടകളും യഥാർത്ഥത്തിൽ ആ എക്സ്ചേഞ്ച് ഗിൽഡിനകത്തുള്ള കടകളാണ്. എല്ലാ ആളുകളും വല്ലാത്തൊരു കൗതുകത്തോടെ ആ കാഴ്ച കാണുകയാണ്. ഒരുപാട് മെഡിസിനൽ ഹെർബ്സ് വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുള്ള ആ ഗിൽഡിൽ ആ മെഡിസിനൽ ഹെർബ്സിലെ സ്പിരിച്വൽ എനർജി പോലും മാർക്ക് വലിച്ചെടുക്കുകയാണ്. ഈ സമയത്ത് പുറത്ത് ഫസ്റ്റ് എൽഡറും കൂട്ടരും അങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവർക്കറിയാം സന്ധ്യയാകുമ്പോൾ മാർക്കിന് അവിടുന്ന് പുറത്തിറങ്ങിയേ പറ്റൂ. പെട്ടെന്നാണ് സമയം ഇങ്ങനെ കടന്നു പോകുന്നത്. മാർക്കിന്റെ ആ ബ്രീത്തിങ് എക്സസൈസ് മാർഷൽ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആളുകളെ മാത്രമല്ല സാധാരണ ആളുകളെയും ശരിക്കും അമ്പരപ്പിച്ചിരിക്കുകയാണ്. അവരാരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ശൈലിയിലുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ് അവർ കാണുന്നത്. മാർക്കിനടുത്തേക്ക് പ്രപഞ്ചം തന്നെ ഒഴുകിയെത്തി മാർക്കിന്റെ ഉള്ളിൽ അങ്ങ് അപ്രത്യക്ഷമാകുന്ന ഒരു സുന്ദരം കാഴ്ച. മാർക്ക് അങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ ആളുകൾ ആ ഗിൽഡിൽ നിന്ന് ഒഴിഞ്ഞു തുടങ്ങി. സന്ധ്യയാകുന്നവരെ മാത്രമേ ആർക്കും അവിടെ തങ്ങാൻ പറ്റും. കടകളും ഒന്നായി അടച്ചു തുടങ്ങിയാണ്. പെട്ടെന്ന് മാർക്ക് കട തുറന്നു. അതിന്റെ കാരണം ആ സമയത്ത് ആ എക്സ്ചേഞ്ച് ഗിൽഡിൽ കേട്ട ശബ്ദമാണ്. ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. എല്ലാ കടകളും അടച്ച് ആളുകൾ ആ ഗിൽഡിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ ആ ബെല്ലെന്ന് പറയുന്നത്. ആ ബെല്ല് കേട്ടതും മാർക്കിന്റെ അടുത്ത് അത്രയും നേരം നിശബ്ദനായി നിന്ന ഹാൻസ് മില്ലർ മാർക്കിനോട് പറഞ്ഞു,
മാർക്ക് ഇനി നമുക്കിതിനകത്ത് നിൽക്കാൻ പറ്റില്ല. മാർക്ക് ഇപ്പൊ എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഹാൻസ് ഒരു 30% ശക്തി എനിക്ക് വീണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. മാർക്ക് 30% കിട്ടിയുള്ളൂ. ഹാൻസ് അത് മതി, ആ ഫസ്റ്റ് എൽഡറെ നേരിടാൻ അതിൻ്റെ ആവശ്യമുള്ളൂ. മാർക്ക് എന്താ പറയുന്നത്? അയാൾ ശരിക്കും ശക്തനാണ്. ഇപ്രാവശ്യം അയാൾ ഒരുപാട് സഹായികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹാൻസ് മാർക്കിന്റെ ഒപ്പം പുറത്തേക്ക് നടന്നു. അവര് ആ എക്സ്ചേഞ്ച് ഗിൽഡിന്റെ ഗേറ്റിന് നേരെ നടക്കുമ്പോൾ മാർക്ക് ഹാൻസിനോട് പറഞ്ഞു, ഹാൻസ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നെ കൊല്ലാനൊന്നും അയാൾക്ക് പറ്റത്തില്ല. എൻ്റെ കയ്യിലും ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. മാർക്കിന്റെ നിലവറയ്ക്കുള്ളിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ആ ഇരുമ്പ് വടിയാണ്, രണ്ടാമത്തത് ആ ചിത്രമാണ്. മാസ്ക് വെച്ച സ്ത്രീയുടെ ശവക്കല്ലറയിൽ നിന്ന് മാർക്കിന് കിട്ടിയ ആ പിക്ചർ ഒരു സംഭവമാണെന്ന് മാർക്കിന് നല്ല ഉറപ്പാണ്. പൈറോയിൽ ആ പിക്ചർ മാർക്കിന് ഒരു സഹായമായിട്ടുണ്ട്. ഇവിടെയും ആ പിക്ചർ തന്നെ സഹായിക്കുമെന്നൊരു വിശ്വാസം മാർക്കിനുണ്ട്. മൂന്നാമത് മാർക്കിന്റെ കൈവശമുള്ളത് എമിലി ബ്ലാക്കിന്റെ ആ ലോക്കറ്റാണ്. മരണം കൺമുന്നിൽ എത്തിയാൽ അതിലേതെങ്കിലും ഒന്ന് തന്നെ സഹായിക്കുമെന്നൊരു വിശ്വാസം മാർക്കിനുണ്ട്. മാർക്കിന്റെ കോൺഫിഡൻസ് കണ്ടപ്പോൾ ഹാൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് നേരിടാം. ഹാൻസ് വെറുതെ അവരുടെ എതിർപ്പ് നേരിടണ്ട. മാർക്ക് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മാർക്കിനൊപ്പമാണ് ഇവിടെ എത്തിയെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇനി ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും ഒന്നിച്ചു മതി. അങ്ങനെ ഹാൻസ് തീർത്തു പറഞ്ഞതും മാർക്ക് ഫെല്ലർ പിന്നീട് തർക്കിക്കാനൊന്നും പോയില്ല. മാർക്കും ഹാൻസും ആ ഗിൽഡിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്തേക്ക് മാർക്ക് കാല് വെച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ ആ ശബ്ദം കേട്ടു, മാർക്ക്, ഇനി നിനക്ക് രക്ഷയില്ല, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് എൽഡർ അയാളുടെ ആ ടീമിന് മുന്നിൽ കയറിങ്ങനെ നിന്നു. ഏകദേശം 300ഓളം പേര് വരുന്ന ഒരു ടീമിനെയാണ് ഇപ്രാവശ്യം ഫസ്റ്റ് എൽഡർ കൊണ്ടുവന്നിരിക്കുന്നത്. ഹാൻസിനൊപ്പം പുറത്തെത്തിയ മാർക്ക് ഫെല്ലർ ആ ടീമിനെയും ഫസ്റ്റ് എൽഡറെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം മാർക്ക് ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഈ ചവറുകളെ എന്തിനാണ് നിങ്ങൾ കൊണ്ടുവന്നത്? മൈറ്റി ലെവൽ യോദ്ധാക്കളാണ് ഫസ്റ്റ് എൽഡറുടെ പുറകിൽ നിൽക്കുന്ന ആ 300 യോദ്ധാക്കളും. അവരെ പ്രൊട്ടക്ടേഴ്സ് എന്നാണ് ഹെവൻലി ക്ലൗഡ് സെക്ഷൻ വിളിക്കുക. ആ പ്രൊട്ടക്ടേഴ്സിനെയാണ് ചവർ എന്ന് മാർക്ക് സംബോധന ചെയ്തു. അത് കേട്ടതും ആ പ്രൊട്ടക്ടേഴ്സ് ശരിക്കും ദേഷ്യത്തോടെ ഒന്ന് അലറി, മാർക്ക് ഫെല്ലർ, നീ എന്താ ഞങ്ങളെ കുറച്ച് കാണുകയാണോ? അത് കേട്ടതും മാർക്ക് ഫെല്ലർ ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, നോക്ക്, എനിക്ക് ഈ ചവറുകളുമായി തല്ലുണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല, ഫൈറ്റ് നമ്മൾ തമ്മിലാണ്. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ കണ്ണടച്ച് തുറക്കും മുമ്പേ ഫസ്റ്റ് എൽഡറുടെ മുന്നിലെത്തി. എതിരാളിക്ക് ചിന്തിക്കാൻ കഴിയും മുമ്പ് അറ്റാക്ക് ചെയ്യുന്നിടത്താണ് വിജയം എന്നുള്ള കാര്യം മാർക്കിന് അറിയാം. പെട്ടെന്ന് മാർക്ക് ഫസ്റ്റ് എൽഡറുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അയാൾ ഒന്ന് പതറി. ഫസ്റ്റ് എൽഡർക്ക് ഒരു കാര്യം വ്യക്തമായി അറിയാം, മാർക്ക് ഫെല്ലറുടെ ഫിസിക്കൽ ബോഡി അപാര സംഭവമാണെന്ന്. ആ ഫിസിക്കൽ ബോഡിയോട് എതിരിടാൻ തനിക്ക് പറ്റില്ല എന്നുള്ള കാര്യവും അയാൾക്കറിയാം. ആ ചിന്ത മനസ്സിലേക്ക് വന്നതും ഫസ്റ്റ് എൽഡർ പെട്ടെന്ന് ആകാശത്തേക്ക് അങ്ങ് കുതിച്ചുയർന്നു. അയാൾ പുറകോട്ട് കുതിക്കുകയായിരുന്നു. അയാൾ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഐഡിയ എനിക്ക് മനസ്സിലായി. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അയാൾ പുറകോട്ട് കുതിച്ചത്. ശരിക്കും അയാൾ ആ നിന്ന സ്ഥലത്ത് നിന്ന് പുറകോട്ട് അങ്ങനെ പറന്നുയർന്നപ്പോൾ അയാളുടെ മുഖത്ത് വളരെ കോൺഫിഡൻസ് ഉണ്ട്. മാർക്കിൽ നിന്ന് പരമാവധി അകലം പാലിച്ചുകൊണ്ട് വേണം മാർക്കിനെ അയാൾ അറ്റാക്ക് ചെയ്യേണ്ടത്. മാർക്കിനെ പിടികൊടുക്കാൻ കഴിയാത്ത ശൈലിയിലേക്ക് അയാൾ പുറകോട്ട് മാറിയെന്ന് അയാൾക്ക് തോന്നിയ ആ നിമിഷത്തിൽ അയാൾ ഒന്നുകൂടി ഞെട്ടി. ആകാശത്ത് അയാളുടെ തൊട്ടു മുന്നിൽ ഇതാ മാർക്ക് ഫെല്ലർ നിൽക്കുകയാണ്. മാർക്ക് ലൈൻ ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് ആ ലൈൻ ഫോർമുലയിൽ അയാളുടെ തൊട്ടു മുന്നിൽ എത്തിയതാണ്. ജിയാഹി മാർക്കിനെ പഠിപ്പിച്ച ആ 9 സീക്രട്സിൽ ഒരെണ്ണം ലൈൻ ഫോർമുലയാണ്. മാർക്ക് ബാറ്റിൽ ഫോർമുലയുടെ 6th ലെവല് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈൻ ഫോർമുലയിലും ശരിക്കും മാർക്ക് മുന്നേറിയിട്ടുണ്ട്. മാർക്കിനെ തൊട്ടു മുന്നിൽ കണ്ട ഫസ്റ്റ് എൽഡർ ആദ്യം ഒന്ന് പതറിയെങ്കിലും ആ പതർച്ച മറികടക്കാനായി അയാൾ കൈ ഉയർത്തി ഒരൊറ്റ ഇടി. മാർക്ക് ഫെല്ലറെ നേരെ അയാൾ ആഞ്ഞിടിച്ചതും തിരിച്ച് മാർക്ക് പിടിച്ചു. മാർക്കിന്റെ അതിശക്തമായ ഇടി ഫസ്റ്റ് എൽഡറെ കൈ പതിക്കുകയും ചെയ്തു. താഴെ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആളുകൾ മാത്രമല്ല ഉള്ളത്. നേരത്തെ ആ എക്സ്ചേഞ്ച് ഗിൽഡിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ആ ഗേറ്റിന് പുറത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ഒരു ഷോ കാണാൻ തയ്യാറായി ആളുകൾ അങ്ങനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഇപ്പോ ഇതാ ഷോ ആരംഭിച്ചിരിക്കുകയാണ്. സകല കണ്ണുകളും ആകാശത്താണ്. മാർക്ക് ഫെല്ലറുടെയും ഫസ്റ്റ് എൽഡറുടെയും കൈകൾ തമ്മിൽ ആകാശത്ത് അങ്ങനെ കൂട്ടിമുട്ടിയതും അവിടെ ശരിക്കും തീപ്പൊരികൾ ചിതറുകയാണ്. തീപ്പൊരിക്കൊപ്പം വൻതോതിൽ പ്രകാശ സ്ഫോടനം ഉണ്ടായി. അതിശക്തമായ ഒരു ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ശൈലിയിൽ തീപ്പൊരിയും പ്രകാശവും ആ ആകാശത്ത് അങ്ങനെ ചിതറുമ്പോൾ ആളുകളെല്ലാം കണ്ണ് ഒന്ന് കൈകൊണ്ട് അടച്ചു പോവുകയാണ്.
അത്രയേറെ പ്രകാശമാണ് ചുറ്റും അനുഭവപ്പെട്ടത്. താഴെ സകല സ്ഥലത്തും പ്രകാശം അങ്ങനെ അലയടിക്കുകയാണ്. വൻതോതിലുള്ള ആ പ്രകാശത്തോടൊപ്പം അതേ അളവിൽ ശക്തമായ തരംഗങ്ങളും എല്ലാ ഭാഗത്തേക്കും ഉണ്ടായി. ആ തരംഗങ്ങൾ എക്സ്ചേഞ്ച് ഗിൽഡിന്റെ ഭാഗത്തേക്ക് വന്നതും എക്സ്ചേഞ്ച് ഗിൽഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കില്ലിംഗ് ഫോർമേഷൻ ആക്ടിവേറ്റ് ആയി. ആ ഫോർമേഷൻ ആ തരംഗങ്ങളെ തടുക്കുന്ന അതേ സമയത്ത് താഴെയുള്ള മാർഷൽ ആർട്ടിസ്റ്റുകളും അവരുടെ പ്രൊട്ടക്റ്റീവ് ഗിയറുകൾ ആക്ടിവേറ്റ് ചെയ്ത് ശരിക്കും സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴും സകല കണ്ണുകളും ആകാശത്തേക്കാണ്. ആ പ്രകാശം ഒന്ന് അടങ്ങുമ്പോൾ ആളുകൾ ആ കാഴ്ച കണ്ടു. മാർക്ക് ഫെല്ലർ നിന്ന സ്ഥലത്ത് തന്നെ മാർക്ക് ഫെല്ലർ നിൽക്കുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് എൽഡർ ഒരുപാട് പുറകോട്ട് തെറിച്ചിരിക്കുകയാണ്. ഇടിയേറ്റ് തെറിച്ച ഫസ്റ്റ് എൽഡറുടെ വായിന്ന് ചോര ഒലിക്കുന്നുണ്ട്. വെറും ഒരൊറ്റ പഞ്ചിൽ ആരാണ് വിജയെന്ന് മാർക്ക് ഇതാ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ അനിശ്ചിതനായ നേതാവാണ് ഫസ്റ്റ് എൽഡർ. ആ ഫസ്റ്റ് എൽഡറെയാണ് മാർക്ക് ഫെല്ലർ ഒറ്റ ഇടിക്ക് ദൂരേക്ക് തെറിപ്പിച്ചത്. ആ വായുവിലൂടെ ഫസ്റ്റ് എൽഡർ പുറകോട്ടങ്ങ് നിരങ്ങി പോവുകയായിരുന്നു. ഒന്ന് നിലയുറപ്പിച്ച ഫസ്റ്റ് എൽഡർ ചോര തുപ്പിയതിനു ശേഷം വലത് കൈകൊണ്ട് ചുണ്ട് ഒന്ന് തുടച്ചു. അയാൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാർക്ക് ഫെല്ലറുടെ കൈയുടെ കരുത്ത് അയാളുടെ സകല പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ്. അയാൾ മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, നിന്നെ ഞാൻ അവസാനിപ്പിക്കൂടാ. കുറെ നേരമായി അയാൾ പറയുന്ന അതേ വാചകം ഒരിക്കൽ കൂടി അയാൾ ആവർത്തിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് എൽഡർ അയാളുടെ കൈ ഒന്ന് ഉയർത്തിയതും അയാളുടെ കൈയുടെ പുറകിലെ ഒരു വലിയ ഡിസ്ക് രൂപം കൊണ്ടു. പെട്ടെന്നാണ് ആ ഡിസ്ക് അങ്ങ് വലുതായി തുടങ്ങിയത്. ലിയാൻഡറുടെ അതേ ടെക്നിക്കാണ് ഫസ്റ്റ് എൽഡർ ഇതാ ഉപയോഗിക്കുന്നത്. ലിയാൻഡറുടെ ആശാനാണല്ലോ ഫസ്റ്റ് എൽഡർ. ലിയാൻഡറെ ഫസ്റ്റ് എൽഡറാണ് ആ ടെക്നിക്ക് പഠിപ്പിച്ചത്. മാർക്ക് കൗതുകത്തോടെ ഫസ്റ്റ് എൽഡർ നോക്കിയിട്ട് ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഫസ്റ്റ് എൽഡർ, ഒരു ഐറ്റം ഒന്നിലധികം തവണ ഉപയോഗിച്ചാൽ അതിന്റെ ആ ചാരുത നഷ്ടമാകും. മാർക്ക് പറഞ്ഞതിന്റെ അർത്ഥം കൃത്യമായിട്ട് ഫസ്റ്റ് എൽഡർക്ക് മനസ്സിലായില്ല. അയാള് മാർക്കിനെ നോക്കി അലറിക്കൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ തീർന്നടാ. അങ്ങനെ പറഞ്ഞിട്ട് ഫസ്റ്റ് എൽഡർ കൈ മുന്നോട്ട് ചലിപ്പിച്ചതും ഫസ്റ്റ് എൽഡറുടെ ആ പുറകിലുണ്ടായിരുന്ന ആ ഡിസ്ക് ഒന്ന് വലുതായി മാർക്ക് ഫെല്ലർ നേരെ പാഞ്ഞു വന്നു. മാർക്കിന് നേരെ ആ ഡിസ്ക് ഇങ്ങനെ പാഞ്ഞു വരുമ്പോ മാർക്ക് നിന്ന സ്ഥലത്തുനിന്ന് ഒന്ന് പൊങ്ങി. മാർക്കും ആ ഡിസ്കും തമ്മിലുള്ള അകലം പെട്ടെന്നാണ് അങ്ങ് കുറഞ്ഞത്. മുന്നോട്ട് കുതിച്ച മാർക്ക് ഫെല്ലർ ആബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ് എന്ന് പറയുന്ന ഒരു മാർക്കിന്റെ എൻറ്റയർ ശക്തിയും മാർക്ക് ആ വലത് കൈമുഷ്ടിയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോ താഴെ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ വളരെ രസകരമായ ഒരു കാഴ്ച കാണാം. ശക്തമായ പ്രകാശവുമായി ഒരു ഡിസ്ക് മാർക്കിന് നേരെ അങ്ങനെ പാഞ്ഞു വരുമ്പോൾ മാർക്കിന്റെ വലത് കൈ ഒരു സുവർണ പ്രകാശത്തിൽ തിളങ്ങുന്ന കാഴ്ചയാണ് അവർക്ക് കാണാൻ പറ്റിയത്. ആ സുവർണ പ്രകാശത്തിലുള്ള കൈ കൊണ്ടാണ് മാർക്ക് തനിക്ക് നേരെ പാഞ്ഞു വന്ന ആ ഡിസ്കിൽ ആഞ്ഞ് ഒന്ന് ഇടിച്ചത്. ഈ സമയത്ത് ഫസ്റ്റ് എൽഡർ കൈ രണ്ടും അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അയാളുടെ ഇന്റേണൽ എനർജി ഉപയോഗിച്ച് അയാൾ സൃഷ്ടിച്ച ആ ഡിസ്ക് മാർക്കിനെ അവസാനിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ അയാൾക്ക് സംശയമൊന്നുമില്ല. അയാൾ ശരിക്കും ഒരു ഓൾമൈറ്റി ലെവലിലെ യോദ്ധാവാണ്. ഓൾമൈറ്റി ലെവലിലെ ആ യോദ്ധാവിന്റെ ഇന്റേണൽ എനർജി പവർ വളരെ വലുതാണ്. ആ പവർ ഉപയോഗിച്ചുകൊണ്ട് അയാൾ സൃഷ്ടിച്ചിരിക്കുന്ന ആ ഡിസ്ക് ഉപയോഗിച്ച് അയാൾ മാർക്കിനെ അങ്ങനെ പ്രഷറൈസ് ചെയ്യപ്പോഴാണ് മാർക്ക് ഫെല്ലറുടെ അതിശക്തമായ പഞ്ച് ആ ഡിസ്കിലേക്ക് അങ്ങനെ ഇടിച്ച് കയറുന്നത്. നേരത്തെ പോലെ അവിടെ ഒരു സ്ഫോടനം ഉണ്ടായി. ശരിക്കും കാത് പൊട്ടിപ്പോകുന്ന ശബ്ദത്തോടൊപ്പം പ്രകാശ തരംഗങ്ങൾ സകല സ്ഥലത്തേക്ക് തെറിക്കുകയാണ്. ആളുകളുടെയൊക്കെ കണ്ണ് മങ്ങിപ്പോകുന്ന ശൈലിയിൽ പ്രകാശം താഴെ തറയിലേക്കും അങ്ങനെ ആഞ്ഞടിച്ചു. ചിതറിയ പ്രകാശം എല്ലാ സ്ഥലത്തേക്കും അങ്ങനെ വീഴുമ്പോൾ തരംഗങ്ങൾ ചുറ്റുമുള്ള മലകളിലേക്ക് ഇടിക്കുകയും ആ മലകൾ അടർന്നു വീഴുകയും ചെയ്യുന്ന ശബ്ദവും കൂടെ കേൾക്കാം. ആകെ ഒരു ബഹളം എന്ന് പറയാം. സ്ഫോടനങ്ങളുടെ ഒരു ബഹളം. സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് താഴെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഊഹം മാത്രമേ ഉള്ളൂ. പക്ഷേ ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ആകാശത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി. ആകാശത്തുണ്ടായിരുന്ന മാർക്ക് ഫെല്ലറും ഫസ്റ്റ് എൽഡറും ഇപ്പോ തറയിലുണ്ട്. ഫസ്റ്റ് എൽഡർ സൃഷ്ടിച്ച ആ ഡിസ്ക് പൂർണ്ണമായും തകർന്ന തരിപ്പണമായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ റിഫ്ലക്ഷൻ ഫസ്റ്റ് എൽഡറുടെ ആ രണ്ട് കൈകളിലും ബാധിച്ചിട്ടുണ്ട്. അയാളുടെ കൈ രണ്ടും പൊട്ടി ചോര ഒലിക്കുകയാണ്. അയാളുടെ ഇന്റേണൽ എനർജി കൊണ്ട് അയാൾ സൃഷ്ടിച്ച ഡിസ്കാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മാർക്കിന്റെ ആ ആബ്സല്യൂട്ട് ബിഗിനിങ് ഫിസ്റ്റിന്റെ പവർ ഫസ്റ്റ് എൽഡറുടെ കൈകളിൽ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എൽഡറുടെ മുഖം ഏതാണ്ട് വെളുത്തിരിക്കുകയാണ്. അയാൾക്ക് സംഭവിച്ച കാര്യം അവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾ ഫസ്റ്റ് എൽഡറാണ്. അയാളുടെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ട്രംപ് കാർഡാണ് ആ ഡിസ്ക്. ആ ഡിസ്കിനെയാണ് ഒറ്റയിടിക്ക് മാർക്ക് ഫെല്ലർ തകർത്ത് തരിപ്പണമാക്കിയത്. സ്വാഭാവികമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് അതിനെക്കുറിച്ചുള്ള കമന്റുകൾ വരികയാണ്.
ഹെവൻലി ക്ലൗഡ് സെഷന്റെ ട്രംപ് കാർഡാണ് ആ ഡിസ്ക്, പ്രത്യേകിച്ച് ഫസ്റ്റ് എൽഡറുടെ. അത് മാർക്ക് ഒറ്റയിടിക്കാൻ തകർത്തിരിക്കുന്നത്. ആകെ 2 പഞ്ചേ മാർക്ക് ഫെല്ലർ ഇപ്പോ ഫസ്റ്റ് എൽഡറുമായി നടത്തിയിട്ടുള്ളൂ. ആദ്യത്തെ പഞ്ച് ഫിസിക്കൽ ബോഡികൾ തമ്മിലുള്ളതാണ്. രണ്ടാമത്തെ പഞ്ച് അവരവരുടെ ഇന്റേണൽ എനർജികൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. രണ്ടിലും വിജയ് മാർക്കാണ്. അക്കാര്യത്തിൽ ആളുകൾക്ക് ആർക്ക് സംശയമില്ല. ആളുകൾ ആ കാര്യം അങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ തറയിൽ നിൽക്കുകയായിരുന്ന ഫസ്റ്റ് എൽഡർ പെട്ടെന്ന് പിന്നെയും ആകാശത്തേക്ക് കുതിച്ചുയർന്നു. അയാള് മാർക്കിൽ നിന്ന് പരമാവധി അകലം പാലിച്ചുകൊണ്ട് മാർക്കിനോടായി പറഞ്ഞു, ഏയ് മാർക്ക്, നിന്നെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു പറഞ്ഞത് വെറുതെയല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൈ ഒന്ന് അനക്കിയതും അയാളുടെ കയ്യിൽ ഒരു വിളക്ക് പ്രത്യക്ഷപ്പെട്ടു. പിടിയുള്ള മനോഹരമായ ഒരു വിളക്ക്. അയാൾ ആ വിളക്ക് അയാളുടെ ഇടത് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ആ വിളക്ക് കണ്ടതും ആളുകൾ പരസ്പരം പറയുകയാണ്, അത് ഡീമൺ സബ്ഡ്യൂയിങ് ലൈറ്റ് അല്ലേ? ഡീമനുകളെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്ന വിളക്കല്ലേ അതെന്നുള്ള ചോദ്യം ഒരാൾ ചോദിച്ചതും ആരോ അതിന് മറുപടി പറഞ്ഞു, അതെ അതെ, അത് ഡീമൺ സബ്ഡ്യൂയിങ് ലൈറ്റ് തന്നെയാണ്. ഡീമനുകളെ ആ വിളക്ക് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റുമെന്നും അങ്ങനെയുള്ള ആ വിളക്കാണ് ഇപ്പോ ഫസ്റ്റ് എൽഡർ പുറത്തെടുത്തിരിക്കുന്നത് കേട്ടപ്പോൾ ആളുകൾ അമ്പരപ്പോടെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുകയാണ്, ഫസ്റ്റ് എൽഡർ മാർക്കിന് മുന്നിൽ പരാജയപ്പെടുമെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഈ രഹസ്യ ആയുധമായി എത്തിയിരിക്കുന്നത്. പല ശൈലിയിലുമുള്ള കമന്റുകൾ അവിടെ ഇങ്ങനെ ഉയരുമ്പോൾ ഹാൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ശ്രദ്ധിക്കണേ, അത് കുഴപ്പം പിടിച്ച ഒരു ആയുധമാണ്. ആ ആയുധം എന്താണെന്ന് മാർക്കിനെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് എൽഡറുടെ ഇടത് കൈയിൽ ഒരു വിളക്കിരിക്കുന്നത് തറ നിൽക്കുന്ന മാർക്കിനെ കാണാം. മാർക്ക് വീണ്ടും മുകളിലേക്ക് ജമ്പ് ചെയ്യാൻ പോയപ്പോ മാർക്കിന് ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. മാർക്കിന്റെ ബോഡിയിൽ കഴിഞ്ഞ സമയം കൊണ്ട് മാർക്ക് കയറ്റിയ ആ സ്പിരിച്വൽ എനർജി ഏതാണ്ട് പൂർണ്ണമായും മാർക്കിന് നഷ്ടമായി കഴിഞ്ഞു. മാർക്ക് ആ ഫസ്റ്റ് എൽഡറുടെ ഡിസ്ക് തകർക്കാൻ വേണ്ടി മാർക്കിന്റെ എൻറ്റയർ എനർജിയും ആ വലത് കൈയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അബ്സല്യൂട്ട് സേക്രഡ് ഫിസ്റ്റ് ആക്ടിവേറ്റ് ചെയ്തത്. മാർക്ക് ഏകദേശം 2 കൊല്ലമായി സ്പിരിച്വൽ എനർജി ഇല്ലാതെ കഴിഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ മാർക്കിന്റെ ബോഡിയിൽ ആ സ്പിരിച്വൽ എനർജിയുടെ ശേഖരം ഉണ്ടായി വരാൻ കാലം ഒരുപാട് പിടിക്കും. മാർക്ക് ഒരു 3 മാസമെങ്കിലും മെനക്കെട്ട് സ്പിരിച്വൽ എനർജി ശരീരത്തിൽ കയറ്റിയാലേ മാർക്കിന്റെ പഴയ ആ ശക്തി മാർക്കിന് വീണ്ടും കിട്ടത്തുള്ളൂ. ഇവിടെ മാർക്കിന് ലഭിച്ചത് വളരെ കുറച്ച് സമയമാണ്. ഡിവൈൻ സിറ്റിയിൽ നിന്ന് ആ ഗിൽഡ് വരെയുള്ള യാത്രക്കിടയിൽ ആ ബ്ലാക്ക് ഈഗിളിന്റെ മുകളിൽ ഇരുന്ന് മാർക്ക് വലിച്ചെടുത്ത സ്പിരിച്വൽ എനർജിയും പിന്നെ ആ ഡിവൈൻ ഗിൽഡിനകത്ത് വെച്ച് ആ ലൈഫ് എനർജി സ്വീകരിച്ചതിന് ശേഷം ചുറ്റുമുള്ള സ്പിരിച്വൽ എനർജി വലിച്ചെടുത്തതുമാണ് ആകെയുള്ള സ്പിരിച്വൽ എനർജി. അത് ആ ഒരൊറ്റ ഇടിയിൽ തന്നെ തീർന്നു എന്ന് പറയാം. മാർക്കിന്റെ സ്പിരിച്വൽ എനർജി നഷ്ടമായ കാര്യമൊന്നും ഫസ്റ്റ് എൽഡർക്ക് അറിയത്തില്ല. ഫസ്റ്റ് എൽഡർ ഇടത് കൈയിരിക്കുന്ന ആ വിളക്കിലേക്ക് വലത് കൈ ഒന്ന് കൊണ്ടുവന്നു. അയാളുടെ ഇടത് കൈയില് വിളക്കിന് നേരെ അയാളുടെ വലത് കൈ വന്നതും വലത് കൈയിൽ ഒരു പ്രകാശം ഉണ്ടായി. ആ പ്രകാശം ആ വിളക്കിൽ പതിച്ചു. ഫസ്റ്റ് എൽഡറുടെ ഇന്റേണൽ എനർജി ആ വിളക്കിൽ പതിച്ചതും ആ വിളക്ക് പെട്ടെന്ന് ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങി. താഴെ നിൽക്കുന്ന ആളുകൾക്ക് നഗ്ന നേത്രം കൊണ്ട് ആ കാഴ്ച കാണാം. ഫസ്റ്റ് എൽഡറുടെ ഇടത് കൈയിൽ ഇരിക്കുന്ന ആ വിളക്കിന്റെ പിടി ഒഴികെയുള്ള ഭാഗം ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുകൾ ഭാഗം നന്നായി ഒന്ന് കറങ്ങുകയാണ്. ആ വിളക്ക് കറങ്ങി തുടങ്ങിയതും ആ വിളക്കിൽ നിന്ന് വളരെ മങ്ങിയ അളവിൽ ഒരു പ്രകാശം പതുക്കെ വ്യാപിച്ചു തുടങ്ങി. ആ മങ്ങിയ പ്രകാശം ആ വിളക്കിൽ നിന്ന് ചുറ്റും വ്യാപിച്ചു തുടങ്ങിയോടുകൂടി താഴെ നിൽക്കുന്ന ആളുകൾക്ക് വല്ലാത്തൊരു പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങി. ഡീമൺ സബ്ഡ്യൂയിങ് ലൈറ്റ് എന്ന് വിളിക്കുന്ന ആ ലൈറ്റിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ആ മങ്ങിയ പ്രകാശം വ്യാപിച്ചപ്പോൾ ആളുകൾക്ക് പ്രഷർ അനുഭവപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ആളുകൾക്കൊക്കെ ഉണ്ട്. പലർക്കും ആ വിളക്കിന്റെ ശക്തിയെക്കുറിച്ച് അറിയാം. മാർക്കും ശരിക്കും കൺഫ്യൂഷനിലാണ്. മാർക്കിന്റെ കൈവശമുള്ള ആ പിക്ചർ ആക്ടിവേറ്റ് ചെയ്യാനുള്ള സ്പിരിച്വൽ എനർജി പോലും ഇപ്പൊ ശരീരത്തിലില്ല. പക്ഷെ അത് കൂടി നിൽക്കുന്ന ആളുകൾ ആരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അവര് മാർക്ക് ആ ലൈറ്റിനെ എങ്ങനെ നേരിടുമെന്ന് അറിയാനായി കൗതുകത്തോടെ മാർക്ക് ഫെല്ലറെ അങ്ങനെ നോക്കുമ്പോഴേക്കും ഫസ്റ്റ് എൽഡർ ആ ലൈറ്റ് മാർക്കിന്റെ നേരെ തിരിച്ചു. ആ നിമിഷത്തിൽ ആ ലൈറ്റിൽ നിന്ന് മങ്ങിയ നിറത്തിലുള്ള ഒരു പ്രകാശം അതിശക്തമായി മാർക്ക് ഫെല്ലർ നേരെ പാഞ്ഞു വന്നു. തനിക്ക് നേരെ ആ മങ്ങിയ പ്രകാശം അങ്ങനെ പാഞ്ഞു വരുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ അതിശക്തമായി ആ മങ്ങിയ പ്രകാശത്തിലേക്ക് ഒരു ഒറ്റ ഇടി. മാർക്കിന്റെ ശക്തമായ ആ ഇടി ആ മങ്ങിയ പ്രകാശത്തിൽ പതിച്ച ആ നിമിഷത്തിൽ ആളുകൾ ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടു. ആ മങ്ങിയ പ്രകാശം മാർക്കിന്റെ ഇടിയെ തകർത്തുകൊണ്ട് മാർക്കിന്റെ ബോഡി പതിക്കുന്നതും മാർക്ക് പുറകോട്ട് തെറിക്കുന്നതുമായ കാഴ്ചയാണ് ആളുകൾ കണ്ടത്. മാർക്കിന്റെ പുറകിലുള്ള ആ കുഞ്ഞു മലകളെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് മാർക്ക്
പുറകോട്ട് അതിവേഗമാണ് തെറിച്ചത്. അനവധി കുഞ്ഞു മലകൾ ഇടിച്ചു നിരത്തിക്കൊണ്ട് മാർക്ക് ഒരു പരുവത്തിൽ ഒരു സ്ഥലത്ത് വന്ന് ഇടിച്ച് താഴേക്ക് വീണു. ആ കാഴ്ച കണ്ട ഹാൻസ് ഉറക്കെ മാർക്ക് എന്ന് വിളിക്കുമ്പോഴേക്കും മാർക്ക് ഒരു പരുവത്തിൽ എണീറ്റ് കഴിഞ്ഞു. അത് കണ്ടതും ഫസ്റ്റ് എൽഡർ ഒന്ന് അലറി, മാർക്ക് ഫെല്ലർ, നീ തീർന്നടാ. നിന്നെ ഇത്രയും നാൾ ജീവിക്കാൻ അനുവദിച്ചു തന്നെ എന്റെ ഒരു ഔദാര്യമായിട്ട് നീ കരുതിയാ മതി. അങ്ങനെ ഫസ്റ്റ് എൽഡർ പറയുമ്പോൾ മാർക്ക് വീടെടുത്തുനിന്ന് എണീറ്റ് നിൽക്കുകയാണ്. മാർക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ ഡിം ലൈറ്റ് മാർക്ക് വിചാരിച്ചതിനേക്കാൾ ശക്തമാണ്. മാർക്കിന്റെ ശക്തമായ പഞ്ചിന് ആ ഡിം ലൈറ്റിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് ഫസ്റ്റ് എൽഡർക്കും അറിയാം. ഫസ്റ്റ് എൽഡർ ചിരിച്ചുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് വന്നു. അയാൾ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴും മനഃപൂർവ്വം മാർക്കിൽ നിന്ന് ഒരു നിശ്ചിത അകലം പാലിച്ചിട്ടാണ് നിൽക്കുന്നത്. മാർക്ക് തറയിന്ന് ചാടിയാലും പെട്ടെന്ന് അയാളുടെ അടുത്തെത്തരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ട്. മാർക്കിന്റെ ഫിസിക്കൽ ബോഡിയെ അയാൾ ശരിക്കും ഭയക്കുന്നുണ്ട്. ആകാശത്ത് മാർക്കിൽ നിന്ന് അല്പം ദൂരം മാറുന്നതുകൊണ്ട് അയാൾ വീണ്ടും ആ വിളക്ക് ആക്ടിവേറ്റ് ചെയ്തു. അയാളുടെ ഇടത് കൈയിലെ വിളക്കിലേക്ക് അയാൾ വലത് കൈ ഒന്ന് കാണിച്ചതും വലത് കൈയിൽ നിന്ന് അയാളുടെ ഇന്റേണൽ എനർജി ആ വിളക്ക് പതിഞ്ഞതും ആ വിളക്ക് വീണ്ടും പ്രകാശിക്കുകയും അതുപോലെ വൈബ്രേറ്റ് ചെയ്തു തുടങ്ങി. ആ മങ്ങിയ പ്രകാശം വീണ്ടും മാർക്കിന് നേരെ പാഞ്ഞു വരികയാണ്. മാർക്കിന് എങ്ങോട്ടേക്കും ഒഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മാർക്കും ഫസ്റ്റ് എൽഡറും തമ്മിൽ അധികം ദൂര വ്യത്യാസമൊന്നുമില്ല. മാർക്കിന് മുന്നോട്ട് ചാടി ഫസ്റ്റ് എൽഡറെ ഇടിക്കാനും പറ്റില്ല. കാരണം ഫസ്റ്റ് എൽഡർ ആകാശത്ത് നിൽക്കുന്നത്. മാർക്കിന്റെ ബോഡിക്കുള്ളിൽ സ്പിരിച്വൽ എനർജി ഇല്ല എന്നുള്ള കാര്യം ഇതുവരെയും ഫസ്റ്റ് എൽഡറും ശ്രദ്ധിച്ചിട്ടില്ല. ഫസ്റ്റ് എൽഡർ മാർക്കിനെ ആ ഡിം ലൈറ്റിന്റെ പ്രകാശത്താൽ അവസാനിപ്പിക്കാനുള്ള ആ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ ഹാൻസ് ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് എന്റെ ഈ സിൽവർ വാൾ എടുത്തോ. അയാളുടെ പിതാവ് അയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത ആ സിൽവർ വാള് കൊണ്ട് ആ ഡിം ലൈറ്റിനെ നേരിടാനാണ് ഹാൻസ് മില്ലർ മാർക്കിനോട് പറയുന്നത്. പക്ഷെ ആ സിൽവർ വാളിൽ നിന്നും അവിടെ ഒരു പ്രസക്തിയില്ലാതെ തോന്നിയ മാർക്ക് പെട്ടെന്ന് രണ്ട് കൈകൊണ്ടും ബോഡി പ്രൊട്ടക്ട് ചെയ്യാനായി നെഞ്ചിനു നേരെ അങ്ങനെ ക്രോസ് ചെയ്ത് പിടിച്ചു. മാർക്കിന്റെ പുറത്ത് ആ ഡിം ലൈറ്റ് വന്ന് ഇടിക്കുമ്പോൾ മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മാർക്ക് ചെയ്യുകയാണ്. മാർക്ക് രണ്ട് കൈകൊണ്ടും ബോഡി ക്രോസ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ മാർക്കിന്റെ ആ വേർഡ് ഫോർമുല 5ലേക്ക് ബോഡി ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്തു. മാർക്കിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ പ്രൊട്ടക്ഷനും മാർക്ക് എടുക്കുകയാണ്. അതേ സമയത്ത് തന്നെ മാർക്ക് 5th മൗണ്ടൻ വിളിച്ചു വരുത്തുകയും ചെയ്തു. മാർക്കിന്റെ ബോഡിക്ക് പ്രൊട്ടക്ഷനായി ആ 5th മൗണ്ടനും മാർക്ക് വിളിച്ചു വരുത്തിയ അതേ നിമിഷത്തിൽ മാർക്കിന്റെ തൊട്ടടുത്തേക്ക് അതിശക്തമായി ആ ഡിം ലൈറ്റ് എത്തി. ആ ഡിം ലൈറ്റ് മാർക്കിന്റെ പുറത്ത് സ്പർശിക്കുമെന്ന് തോന്നിയ ആ നിമിഷത്തിൽ സകല ആളുകളും മാർക്കിന്റെ പുറത്ത് ആ ഡിം ലൈറ്റ് പതിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ അങ്ങനെ നോക്കുന്ന ആ നിമിഷത്തിൽ ആ ഡിം ലൈറ്റിനും മാർക്കിനും ഇടയിൽ ഒരാള് പ്രത്യക്ഷപ്പെട്ടു. ആ ആള് ആ ഡിം ലൈറ്റിനെ പതുക്കെ രണ്ട് കൈകൊണ്ടും തടഞ്ഞു. രണ്ട് കൈകൊണ്ടും ആ ഡിം ലൈറ്റിനെ തടഞ്ഞ ആ ആള് ആ ഡിം ലൈറ്റിനെ ഒന്ന് പ്രസ് ചെയ്തു. അങ്ങനെ പ്രസ് ചെയ്തതും ആ ഡിം ലൈറ്റ് അതിവേഗം അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ശരിക്കും ഒരു വ്യക്തി ആ ഡിം ലൈറ്റിനെ രണ്ട് കൈകൊണ്ടും അങ്ങനെ പ്രസ് ചെയ്ത് മാറ്റുന്ന ആ രംഗം വല്ലാത്തൊരു അമ്പരപ്പോടെയാണ് ആളുകൾ കണ്ടത്. മാർക്ക് ഫെല്ലർ ആണെങ്കിൽ രണ്ട് കൈകൊണ്ടും നെഞ്ച് ക്രോസ് ചെയ്ത് അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ആ നിമിഷത്തിലാണ് മുന്നിൽ വന്ന ആള് ആ ഡിം ലൈറ്റിനെ അങ്ങനെ പ്രസ് ചെയ്ത് മാറ്റിയത്. അത് കണ്ടതും മാർക്ക് അറിയാതെ വിളിച്ചു പോവുകയാണ്, ലോർഡ് ജൂ, നിങ്ങളിതെങ്ങനെ ഇവിടെ എത്തി? അത് കേട്ടതും ജൂ മാർക്കിനോട് പറഞ്ഞു, ഡാ ഞാൻ വരാതെ നിന്നെ പിന്നെ എങ്ങനെ രക്ഷിക്കുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നീ പുറകോട്ട് മാറിക്കൂ. ജൂ അങ്ങനെ പറഞ്ഞതും പുറകോട്ട് മാറിയ മാർക്ക് ഫെല്ലറെ വെൻ ഡൈയും വെൻ എറിക്കും പുറകോട്ട് പിടിച്ചു. മാർക്ക് ആന്റി സെക്ലൂഷൻ ഉണർന്നതും ഞാൻ മാർക്കിന്റെ കാര്യം പറഞ്ഞു. വെണ്ട അത് പറഞ്ഞതും ബെനറിക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ആന്റി ഉണർന്ന കാര്യം ഞാനാണ് കണ്ടുപിടിച്ചത്. അവർ രണ്ടുപേരും ശരിക്കും ആവേശത്തിലാണ്. എറിക്ക് പറഞ്ഞു നിർത്തിയതും വെണ്ട മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇതിന് ചെലവ് ചെയ്യണേ. ഹേയ് ഡാനി, ഉറപ്പായി ഞാൻ ചെലവ് ചെയ്യും. അങ്ങനെ മാർക്ക് പറയുമ്പോൾ ഈ സംഭവവികാസങ്ങളൊക്കെ വീക്ഷിക്കുന്ന ഫസ്റ്റ് എൽഡർ ജൂവിനോട് പറഞ്ഞു, ജൂ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിലാ കയറി ഇടപെട്ടിരിക്കുന്നത്. ഞാൻ മാർക്ക് ഫെല്ലറെ കൊല്ലാനായി ഇവിടെ എത്തിയതാണ്. ജൂ, ഇതിൽ കയറി നിങ്ങൾ ഇടപെടാൻ പാടില്ല. അത് കേട്ടതും ജൂ ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഞാൻ എവിടെ ഇടപെടണമെന്ന് തീരുമാനിക്കുന്നത് നീയാണോ? ആണോ നീ? ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ഫസ്റ്റ് എൽഡർക്ക് ഒരു വലിയ പൊസിഷനൊക്കെ ഉണ്ട്. ആ ആളായ ആളുകൾ മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കെ ജൂ ആ ശരിയിൽ സംബോധന ചെയ്തത്. അത് കേട്ടപ്പോ ഫസ്റ്റ് എൽഡർ വല്ലാണ്ടായി. അയാൾ ജൂവിനോട് പറഞ്ഞു, ജൂ, നിങ്ങൾ ശക്തിയാണെന്നൊക്കെ എനിക്കും അറിയാം. പക്ഷേ ആ ശക്തിയൊന്നും എന്റെ അടുത്ത് എടുക്കാൻ നിൽക്കരുത്. നീ എന്നോട് ധിക്കാരം പറയുന്നു? ജൂ തിരിച്ച് അങ്ങനെ ചോദിച്ചതും ഫസ്റ്റ് എൽഡർ ജൂവിനോട് പറഞ്ഞു, ജൂ, ഇത് ഞാനും
മാർക്ക് ഫെൽഡറും തമ്മിലുള്ള പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെട്ടാൽ എനിക്ക് നിന്നെയും തീർക്കേണ്ടി വരും. അഹങ്കാരി, എന്നോട് ഈ ശൈലിയിൽ സംസാരിക്കാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? ജൂ അങ്ങനെ ചോദിച്ചതും ഫസ്റ്റ് കൂടുതലൊന്നും ആലോചിക്കാതെ അയാളുടെ വലത് കൈ ഒന്ന് ഉയർത്തിയതും ശക്തമായൊരു പ്രകാശം അയാളുടെ ആ വിളക്കിലടിച്ചു. മാർക്ക് ഫെൽഡറുമായി ഏറ്റുമുട്ടാനായി അയാൾ സൃഷ്ടിച്ച അളവിലുള്ള പ്രകാശമൊന്നുമല്ല ഇപ്പോ ആ വിളക്ക് തെളിഞ്ഞത്. അതിശക്തമായ പ്രകാശമാണ് ആ വലത് കൈയിൽ നിന്ന് ഇടത് കൈയിലെ ആ ലാമ്പിലേക്ക് വീണത്. ഇടത് കൈയിലെ ലാമ്പ് സ്വാഭാവികമായിട്ടും ശക്തമായി ഒന്ന് കറങ്ങി. അത് വല്ലാതെ വൈബ്രേറ്റ് ചെയ്യണം. ആ വൈബ്രേഷൻ അതിശക്തമായതും അതിൽ നിന്ന് ശക്തി കുറഞ്ഞ ഡിം ലൈറ്റ് ചുറ്റും വ്യാപിച്ചു തുടങ്ങി. ആ മങ്ങിയ പ്രകാശം ചുറ്റും വ്യാപിച്ചതും ഫസ്റ്റ് വലത് കൈ ഒന്ന് അനക്കി. ആ നിമിഷത്തിൽ ആ മങ്ങിയ പ്രകാശം പെട്ടെന്ന് ഒരു രൂപം ആർജിക്കുകയാണ്. താഴെ നിൽക്കുന്ന ആ പ്രൊട്ടക്ടേഴ്സും ഈ ഗിൽഡിലുണ്ടായിരുന്ന ആളുകളും ഒക്കെ വല്ലാത്തൊരു കൗതുകത്തോടെയാണ് ആ കാഴ്ച കണ്ടത്. ആ മങ്ങിയ പ്രകാശം നിമിഷ നേരം കൊണ്ടാണ് ഒരു ഡ്രാഗന്റെ രൂപത്തിലേക്ക് മാറിയത്. അതിശക്തനായ ഒരു ഡ്രാഗന്റെ രൂപത്തിലേക്ക് ആ മങ്ങിയ പ്രകാശം മാറുന്ന കാഴ്ച വല്ലാത്തൊരു അമ്പരപ്പോടു കൂടിയാണ് ആളുകൾ കണ്ടത്. ആകാശത്ത് അതിശക്തനായ ഒരു ഡ്രാഗൺ പ്രത്യക്ഷപ്പെട്ടതും തറയിൽ നിൽക്കായിരുന്ന ജൂ ഒന്ന് ജമ്പ് ചെയ്തു. ഇപ്പോ ജൂവും ഡ്രാഗണും ഫസ്റ്റ് ഒരേ നിലയിലാണ്. താഴെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ യുണീക് ഡാൻസിനെ അറിയാം. യുണീക് ഡാൻസ് അതിശക്തിയാണെന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ഇതാ ആ ഡീമൺ സബ്ഡ്യൂയിങ് ലാമ്പ് യഥാർത്ഥത്തിൽ ഒരു ഡീമനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ആ മങ്ങിയ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ശക്തനായ ആ ഡ്രാഗൺ മുന്നോട്ട് ചലിക്കുമ്പോൾ അത് ശരിക്കും അലറുന്നുണ്ട്. ഒരു ഡ്രാഗന്റെ ശബ്ദം എല്ലാവർക്കും കേൾക്കാം. വല്ലാത്തൊരു മുരൾച്ചയോടുകൂടി ആ ഡ്രാഗൺ ജൂവിന് നേരെ പാഞ്ഞു വരികയാണ്. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ഡ്രാഗണെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ജൂ. ജൂവിന്റെ രണ്ട് കൈയും അവരുടെ ഇടുപ്പിലാണ്. അവരുടെ ആ നിപ്പ് തന്നെ വല്ലാത്തൊരു കൗതുകം ഉണ്ടാക്കുന്ന നിപ്പാണ്. രണ്ട് കൈയും ഇടുപ്പിൽ അങ്ങനെ വെച്ചുകൊണ്ട് തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ ഡ്രാഗണെ തന്നെ കൗതുകപൂർവ്വം നോക്കി നിൽക്കുന്ന ജൂവിന്റെ നേരെ ആ ഡ്രാഗൺ പാഞ്ഞു വന്നതും ജൂ വലത് കൈയും ഇടത് കൈയും ആ ഇടുപ്പിൽ നിന്ന് എടുത്തു. അവരുടെ ഇരു കൈകളിലും ഇപ്പൊ ചെറിയ രണ്ട് ഡിസ്ക് ഉണ്ട്. ശരിക്കും പ്രകാശത്തിൻ്റെതായ കുഞ്ഞു ഡിസ്കുകൾ. ആ രണ്ട് ഡിസ്കുകളുമായി തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ഡ്രാഗണെ തന്നെ നോക്കി നിൽക്കുകയാണ് ജൂ. ഈ സമയം കൊണ്ട് ആ ഡ്രാഗൺ ജൂവിന്റെ തൊട്ടടുത്ത് ആ ഡ്രാഗൺ എത്തിയതും ജൂ വലത് കൈ കൊണ്ട് ആ ഡ്രാഗന്റെ കവിളിൽ ഒരൊറ്റയാടി. കൊച്ചു കുട്ടികളുടെ കവിളിൽ നമ്മൾ ചെറുതായിട്ടിങ്ങനെ തട്ടുപോലെ അതുപോലെ ജൂ ആ ഡ്രാഗന്റെ കവിളിൽ ഇങ്ങനെ ഒറ്റയാടി. അതേ നിമിഷം തന്നെ ഇടത് കൈ കൊണ്ട് അതിന്റെ മറുകവിളിൽ ഒറ്റയാടി. ശരിക്കും കൗതുകകരമായ ശൈലിയിൽ ജൂ ആ ഡ്രാഗന്റെ ഇരു കവിളിലും ഒന്ന് അടിച്ചതും ആ ഡ്രാഗൺ ആ നിമിഷം പൊട്ടിത്തെറിക്കുകയാണ്. പ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ ഡ്രാഗൺ ചെറു തരികളായി ചിതറി. കണ്ണഞ്ചിക്കുന്ന പ്രകാശം ഒന്ന് അടങ്ങുമ്പോൾ ഫസ്റ്റ് ശരിക്കും വിരണ്ടിട്ടുണ്ട്. ശരിക്കും ഒരു അമ്പരപ്പ് അയാളുടെ മുഖത്തുണ്ട്. അയാളുടെ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നായിരുന്നു ആ ഡ്രാഗൺ. ആ ഡീമൺ സബ്ഡ്യൂയിങ് ലാമ്പിൽ നിന്ന് അയാൾ സൃഷ്ടിച്ച ആ ഡ്രാഗണെ വെറുതെ രണ്ട് തട്ടുകൊണ്ട് അവസാനിപ്പിക്കാൻ ജൂവിന് പറ്റിയിരിക്കുകയാണ്. ജൂ ആ ഫസ്റ്റ് പറഞ്ഞു, ഹേയ് നീ എന്താണ് എന്നോട് കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്? അങ്ങനെ ചോദിച്ച ജൂ അടുത്ത നിമിഷത്തിൽ ഫസ്റ്റ് എൽഡറുടെ തൊട്ടടുത്തെത്തി. ഫസ്റ്റ് എൽഡർ ഏതാണ്ട് വിരണ്ട് നിൽക്കുന്നുണ്ട്. ജൂ അയാളുടെ അടുത്തെത്തിയത് പോലും അയാൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതാണ് ശരി. പക്ഷെ അടുത്ത നിമിഷത്തിൽ അയാൾ ഒരു കാര്യം അറിഞ്ഞു. ജൂ വലത് കാലുയർത്തി അയാളുടെ മൂട്ടിൽ ഒരു ഒറ്റയാടി. ഫുട്ബോളിൽ നമ്മൾ കാലുകൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ ഫുട്ബോൾ പറന്നു പോകും പോലെ ആകാശത്തുള്ള ഫസ്റ്റ് എൽഡർ ആകാശത്തൂടെ അങ്ങനെ പറന്ന് താഴെ തറയിൽ ഗോൾ പോസ്റ്റിനകത്തേക്ക് ഇടിച്ചു കയറും പോലെ ഒരു മൺകൂനൽ ഇടിച്ച് താഴോട്ട് മറിഞ്ഞു. ആ സമയത്ത് ജൂ താഴെ എത്തി. മൺകൂനൽ ഇടിച്ച് താഴെ വീണ ഫസ്റ്റ് എൽഡറെ അടുത്തേക്ക് ജൂ പാഞ്ഞെത്തുമ്പോൾ ഫസ്റ്റ് എൽഡർ ശരിക്കും ചാടി എണീറ്റ് കഴിഞ്ഞു. അയാൾ ശരിക്കും ദേഷ്യത്തിലാണ്. ഇത്രയും ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കേ ആകാശത്ത് നിന്ന് അയാളുടെ മൂട്ടിൽ ചവിട്ടി അയാളെ താഴെ ആ ജൂ തള്ളിയിടുമെന്ന് അയാൾ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല എന്ന് അയാളുടെ മുഖം വിളിച്ചു പറയുകയാണ്. അയാളുടെ കയ്യിൽ അപ്പോഴും ആ വിളക്കുണ്ട്. ഇടത് കൈയിരിക്കുന്ന വിളക്കിലേക്ക് അയാൾ വലത് കൈയിൽ നിന്ന് പെട്ടെന്നാണ് പ്രകാശം കൊണ്ടുവന്നത്. ജൂ നിന്നെ ഞാൻ ഇപ്പൊ തീർക്കും എന്ന് അയാൾ പറയുമ്പോഴേക്കും ജൂ പെട്ടെന്ന് അയാളുടെ കൈ കയറി പിടിച്ചു. ഫസ്റ്റ് എൽഡർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ഫസ്റ്റ് എൽഡറുടെ കയ്യിൽ നിന്ന് ജൂ ആ ലാമ്പ് അങ്ങ് വലിച്ചെടുത്തു. ഈ പൊട്ട വിളക്ക് വെച്ചിട്ടാണ് നീ എന്റെ നേരെ കളിക്കുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ജൂ ആ വിളക്ക് അവരുടെ പോക്കറ്റിലോട്ട് ഇട്ടു. താൻ കൊണ്ടുവന്ന ആ ഡിവൈൻ ലാമ്പ് ജൂ പിടിച്ചെടുത്തപ്പോൾ എന്തു പറയണമെന്നറിയാതെ വിരണ്ടുപോയ ഫസ്റ്റ് എൽഡർ പെട്ടെന്ന് ജൂവിന്റെ മുന്നിൽ മുട്ടുകുത്തി അവിടെ ആ തറയിൽ. അയാൾ ജൂവിനോട് പറഞ്ഞു, ക്ഷമിക്കണം,
എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ ഫസ്റ്റ് എൽഡർ പറഞ്ഞതും അയാളുടെ അടുത്തേക്ക് കുനിഞ്ഞ ജൂ വലത് കൈ ഉയർത്തി അയാളുടെ കവിളിൽ ഒരൊറ്റയടി. അടിയേറ്റ് അയാളുടെ കവിളൊന്ന് തിരിഞ്ഞതും ജൂ ഇടത് കൈ കൊണ്ട് മറുകവിളിൽ ഒറ്റയടി. അങ്ങനെ അടിച്ചിട്ട് ജൂ അയാളെ എടുത്ത് ഉയർത്തി ആ മൺകൂനിലേക്ക് ചാരി നിർത്തിയിട്ട് ജൂ വലത് കൈ കൊണ്ടും ഇടത് കൈ കൊണ്ടും മാറി തിരിഞ്ഞു അടിക്കുകയാണ്. എന്നോട് കളിക്കുന്ന ഓരോ അടി കൊടുക്കുമ്പോഴും ജൂ അങ്ങനെ ചോദിക്കുന്നത്. അടിയേറ്റ് ഫസ്റ്റ് എൽഡറുടെ മുഖത്തോട് ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചോര ഒലിക്കുന്ന ഫസ്റ്റ് എൽഡറെ ഒന്ന് തറയിലേക്ക് തള്ളിയിട്ട് കുനിഞ്ഞ ജൂ അയാളുടെ വലത് കൈ പിടിച്ചൊരു ഒറ്റ ഓടിപ്പ്. അതിനുശേഷം ജൂ ഇടത് കൈ പിടിച്ച് ഓടിച്ചു. തുടർന്ന് വലത് കാലും ഇടത് കാലും അയാളുടെ കൈയും കാലും ഒടിച്ചു കഴിഞ്ഞപ്പോൾ ജൂവിന് കുറച്ചുകൂടി ഒരു ആവേശമായി. ജൂ ചാടി അയാളുടെ നെഞ്ചിലേക്ക് കയറി. നെഞ്ചിലേക്ക് കയറി ജൂ രണ്ട് കൈകൊണ്ടും അയാളുടെ ആ നെഞ്ചിൽ അണിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ വലിച്ചു കീറി. വസ്ത്രങ്ങൾ വലിച്ചു കീറിയ ജൂ രണ്ട് കൈയും അയാളുടെ നെഞ്ചിലേക്ക് താഴ്ത്തി പതുക്കെ നെഞ്ചിങ്ങനെ പിളരുകയാണ്. അയാളുടെ ആ ബോഡി ഇങ്ങനെ പിളർന്നു വെക്കുകയാണ്. അപ്പോഴും ജൂ ശരിക്കും ശ്രദ്ധിച്ചാ പിളരുന്നത്. ഒരു കാരണവശാലും ഫസ്റ്റ് എൽഡർ തട്ടിപ്പോകരുതെന്ന് ജൂവിന് നിർബന്ധമുണ്ടെന്ന് അവരുടെ ആ ആക്ടിവിറ്റി വിളിച്ചു പറയുകയാണ്. അയാളുടെ ഹൃദയത്തിനോ ആന്തരിക അവയവങ്ങൾക്കോ ഒരു തകരാറും വരരുതെന്ന് അങ്ങനെ ചെയ്യുമ്പോഴും ജൂവിന് നിർബന്ധമുണ്ടെന്ന് അവരുടെ ആ ആക്ടിവിറ്റി വിളിച്ചു പറയുകയാണ്. ഫസ്റ്റ് എൽഡറുടെ ബോഡി മുഴുവൻ ജൂ ഇങ്ങനെ വലിച്ചു കിറി വെക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കുന്ന ആളുകൾക്ക് അയാളുടെ ഹൃദയം ഇരുന്ന് മിടിക്കുന്ന കാണാം. ഏതാനും സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് എൽഡറുടെ ബോഡിയാണോ ഇറച്ചിയാണോ തറയിൽ കിടക്കുന്നതെന്ന് തിരിച്ചറിയാൻ വലിയ പാടാണ്. പക്ഷെ അതൊരു ബോഡിയാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ആ ഹൃദയം മിടിക്കുന്നത് നമുക്ക് കാണാം. ആ ഹൃദയമിടിപ്പില്ലെങ്കിൽ ശരിക്കും അതൊരു ഇറച്ചി കഷ്ണമായിട്ട് ആളുകൾക്ക് തോന്നും. ഫസ്റ്റ് എൽഡർ നിശ്ചലനായി അങ്ങനെ കിടക്കുമ്പോൾ ഫസ്റ്റ് എൽഡറുടെ ബോഡിയിൽ നിന്ന് ചാടി ഇറങ്ങിയ ജൂ നടന്ന് മാർക്കിന്റെ അടുത്തെത്തി. മാർക്കിന്റെ അടുത്തെത്തിയ ജൂ അടുത്ത നിമിഷത്തിൽ ചാടി മാർക്കിന്റെ ഷോൾഡറിലേക്ക് കയറുകയും ചെയ്തു. മാർക്ക് എങ്ങനെയുണ്ട് അങ്ങനെ ചോദിച്ചതും മാർക്ക് ഫെല്ലർ ജൂവിനോട് പറഞ്ഞു, താങ്ക് യു ജൂ, ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇതിന് ഞാൻ എന്താ തിരിച്ചു തരേണ്ടത്? മാർക്ക്, അത് ഞാൻ ആലോചിച്ചിട്ട് പിന്നീട് പറയാം. നമുക്ക് തൽക്കാലം എന്തെങ്കിലും കഴിക്കാം. അത് കേട്ടതും വെൻ ഡായും വെൻ എറിക്കും ഉറക്കെ പറഞ്ഞു, മാർക്ക്, നീ നമുക്ക് ചെലവ് ചെയ്യാന്ന് പറഞ്ഞാണ്, നമുക്ക് എവിടെയെങ്കിലും പോയാലോ? അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഹാൻസിനോടായി മാർക്ക് പറഞ്ഞു, ഹാൻസ് നീ ബാ, നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോവാം. കേൾക്കേണ്ട താമസം വെൻ ഡായും വെൻ എറിക്കും പറഞ്ഞു, മാർക്ക്, ഇവിടെ അടുത്ത് ഒരു ഹോട്ടലുണ്ട്, നല്ല അടിപൊളി മദ്യം കിട്ടും, നമുക്ക് അങ്ങോട്ട് പോവാം. അവന്മാര് സന്തോഷത്തോടെ അങ്ങനെ പറയുമ്പോൾ കോട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ട ജൂ ആ വിളക്ക് കയ്യിലെടുത്തു. അവരാ വിളക്കിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ വിളക്ക് കത്തുന്നൊന്നുമില്ല. ഈ പന വിളക്ക് വെച്ചാണ് ഇവൻ ഈ വേലകളൊക്കെ കാണിച്ച്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജൂ ആ വിളക്ക് അവിടെയുള്ള ആ മണ്ണിലേക്ക് ഇട്ടു. അത് കണ്ടതും മാർക്ക് ഫെല്ലർ ഓടിച്ചെന്ന് ആ വിളക്കെടുത്തു. മാർക്ക്, നിനക്ക് ഈ വിളക്ക് വേണമായിരുന്നെങ്കിൽ നിനക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? ജൂ, ഈ വിളക്ക് ചിലപ്പോൾ എനിക്ക് ഉപയോഗപ്പെട്ടെങ്കിൽ. അതെന്തെങ്കിലും ആവട്ടെ. ജൂ അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ആ വിളക്ക് ഉടൻ തന്നെ അവന്റെ നിലവറയിലേക്ക് വെച്ചു. ആ സംഘം അവിടെ നിന്ന് നേരെ പോയത് അവിടെയുള്ള ഒരു ഹോട്ടലിലേക്കാണ്. ആ അഞ്ചംഗ ടീം ആ ഹോട്ടലിൽ എത്തിയതും മാർക്ക് ഫെല്ലർ ജൂവിനോട് ചോദിച്ചു, ലോർഡ് ജൂ, നിങ്ങൾ ബ്രേക്ക് ചെയ്തല്ലേ? മാർക്ക്, ഞാൻ ബ്രേക്ക് ചെയ്തു. ജൂ, ഇപ്പൊ നിങ്ങൾ ഏത് ലെവലിലാ? മാർക്ക്, അതൊന്നും ഞാൻ പറയത്തില്ല. അവർ ഏത് ലെവലിലേക്കാണ് ബ്രേക്ക് എന്നുള്ള കാര്യമൊന്നും മാർക്കിനോട് പറയില്ല എന്ന് അവർ പറഞ്ഞതും മാർക്ക് അറിയാതെ ചിരിച്ചു പോവുകയാണ്. എന്തായാലും ആ സമയത്ത് വെൻ ഡായും വെൻ എറിക്കും ആവശ്യം പോലെ വൈനും ഭക്ഷണസാധനങ്ങളൊക്കെ വരുത്തി. ഭക്ഷണസാധനങ്ങളിലേക്കാൾ ഉപരി അവർക്ക് വേണ്ടത് വൈനാണ്. അവരുടെ ആ മദ്യ കമ്പനിയിൽ കൂടാൻ ഹാൻസ് മില്ലർക്ക് ഒരു മടി. ഹാൻസ് ദ വൺ ആൻഡ് ഓൺലി മില്ലറുടെ മകനാണ്. റിട്ടേൺ ടു ഓയിഡ് സ്റ്റേജിലേക്ക് കടന്ന അപൂർവം മാർഷൽ ആർട്ടിസ്റ്റുകൾ ഒരാളാണ് ഹാൻസ് മില്ലറുടെ പിതാവ് സക്ഷൽ മില്ലർ. അദ്ദേഹത്തിന്റെ മകൻ അങ്ങനെ പബ്ലിക്കായി മദ്യപിച്ച് നടക്കുന്നത് ഒരു നല്ല പരിപാടിയല്ല എന്നുള്ള കാര്യം ഹാൻസിന് അറിയാം. ഹാൻസ് മദ്യപിക്കുന്നതിൽ ലേശം കരുതലുള്ള ആളാണ്. അത് മാർക്കിനും അറിയാം. മാർക്ക് ഹാൻസിനോട് പറഞ്ഞു, ഹാൻസ്, കൂടുതലൊന്നും ആലോചിക്കേണ്ട, ഈ സന്തോഷത്തിൽ പങ്കെടുക്ക്. അങ്ങനെ മാർക്ക് പറയുമ്പോൾ അവിടെ ആ ഫൈറ്റ് നടന്ന സ്ഥലത്ത് ഫസ്റ്റ് എൽഡറുടെ അവസ്ഥ തികച്ചും പരിതാപകരമാണ്. ഫസ്റ്റ് എൽഡർക്കൊപ്പം വന്ന ആ പ്രൊട്ടക്ടേഴ്സ് ഒക്കെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ആ ഗിൽഡിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ചില കടക്കാർ ഫസ്റ്റ് എൽഡറെ അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ പ്രൊട്ടക്ടേഴ്സ് ഒക്കെ കൂടെ ഉണ്ട്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ഫസ്റ്റ് എൽഡറുടെ ബോഡിയിൽ കാര്യമായ ഒരു ശസ്ത്രക്രിയ തന്നെ നടത്തേണ്ടി വന്നു എന്ന് പറയാം. അയാളുടെ രണ്ട് കാലും രണ്ട് കൈയും ഒടിഞ്ഞിട്ടുണ്ട്. ഭാഗ്യത്തിന് അതെല്ലാം ഒടിച്ച് കളഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ജൂ ആ കൈയും കാലും വളരെ ശ്രദ്ധിച്ചാണ് ഒടിച്ചിരിക്കുന്നത്. കുറച്ചു നാളത്തെ വിശ്രമവും ആശുപത്രിവാസവും കൊണ്ട് ആ കൈയും കാലും ഒക്കെ ശരിയാവും.
ആ ശൈലിയിൽ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. നെഞ്ചൊക്കെ വലിച്ചു കീറിയെങ്കിലും അവിടെയും ഒരു കരുതൽ ജൂ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ശ്രദ്ധിച്ചിട്ടാണെങ്കിലും ആ ഓപ്പറേഷനുകൾ ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു പരിവാകുമ്പോൾ ഫസ്റ്റ് എൽഡറെ തിരിച്ച് ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് ആശുപത്രി അധികാരികൾ പറഞ്ഞപ്പോൾ ഫസ്റ്റ് എൽഡർക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ആ പ്രൊട്ടക്ടേഴ്സ്. ഈ സമയത്ത് ഹോട്ടലിൽ വെൻഡായും വെൻ എറിക്കും അടിച്ച് ഫിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറുടെ സ്പിരിച്വൽ എനർജിയൊക്കെ തിരിച്ചു കിട്ടിയത് കൊണ്ട് മാർക്കും നന്നായി മദ്യപിക്കുന്നുണ്ട്. മദ്യപിക്കാത്ത ഏക കക്ഷി ഹാൻസ് മില്ലറാണ്. ഒരു പരുവത്തിൽ അവരുടെ മദ്യപാനവും ഭക്ഷണവും ഒക്കെ അവസാനിച്ചതും മാർക്ക് ഹാൻസിനോട് പറഞ്ഞു, ഹാൻസ്, എനിക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ ഒരു സ്ഥലം വേണം. മാർക്ക്, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കൂടെ വാ, എൻ്റെ വീട്ടിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഏയ് ഹാൻസ്, ഇപ്പൊ തന്നെ ഞാൻ നിന്നോട് ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് നിന്റെ വീടല്ലാത്ത ഒരു സ്ഥലം വേണം. ശരിക്കും സ്പിരിച്വൽ എനർജി ഉള്ള നല്ലൊരു സ്ഥലം. മാർക്ക്, ഒരുപാട് സ്പിരിച്വൽ എനർജി ഉള്ള നല്ല സ്ഥലം ചില ആളുകളുടെ അധീനതയിലാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഹാൻസ് ജൂവിനെ ഒന്ന് നോക്കിയപ്പോ മാർക്കിന് കാര്യം മനസ്സിലായി. ഓ, ഹൂ മൗണ്ടൻ, ആ അതെനിക്കറിയാം. അത് കേട്ടതും ജൂ പറഞ്ഞു, ഏയ്, നിന്നെ ഞാൻ അവിടെ അടിപ്പിക്കത്തില്ല. അല്ല, എന്നെ അടിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മാർക്ക് അങ്ങനെ പറഞ്ഞതും ജൂ പറഞ്ഞു, അല്ല, നീ എന്നോട് അപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ആലോചിക്കാം. ഞാൻ അപേക്ഷിക്കുന്നില്ല. അല്ലല്ല, നീ നേരത്തെ അപേക്ഷിച്ചു, ഞാൻ കേട്ടതാണല്ലോ. അത് കേട്ടതും വെൻഡായും വെന്നെറിക്കും കൂടി പറഞ്ഞു, അതെ അതെ, മാർക്ക് ഫെല്ലർ ആന്റിയോട് അപേക്ഷിച്ചതാണ്, അതെ, ഞങ്ങൾ കേട്ടതാണ്. ഒരു രസമുള്ള കോമ്പിനേഷനാണ് ഈ വെൻഡ വെന്നെറിക്കും അതുപോലെ ജൂ ഒക്കെ. എന്തായാലും കുറച്ചു കഴിഞ്ഞപ്പോൾ ഹാൻസ് മില്ലറും അവർക്കൊപ്പം കൂടി നേരെ ആ ഹൂ മൗണ്ടനിലെത്തി. ഹൂ മൗണ്ടന്റെ മുകളിൽ ജൂ പ്രാക്ടീസ് ചെയ്യുന്ന അതേ സ്ഥലത്തേക്കാണ് മാർക്ക് ഫെല്ലറെ ജൂ കൊണ്ടുവന്നത്. അവിടെ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി അവിടെ ലഭ്യമാണ്. മാർക്ക് കൾട്ടിവേഷൻ തുടങ്ങാൻ പോയതും അവിടേക്ക് ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും വന്നു. അവര് ജൂവിനോട് പറഞ്ഞു, ലോർഡ് ജൂ, താഴെ ഒരാളെ കാണാൻ വന്നിരിക്കുന്നു. ആരാ? താഴെ വന്നിരിക്കുന്നത് ലോർഡ് ലോങ്ങിയാണ്. ലോങ് ഈ എന്ന് കേട്ടതും ജൂവിന്റെ മുഖമൊന്ന് ഇരുണ്ടു. അയാളാ? മാർക്ക്, എനിക്ക് അയാളെ കാണാൻ ഒട്ടും ഇഷ്ടമല്ല. മാർക്ക്, നീ ഒരു കാര്യം ചെയ്യ്, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് അയാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്ക്. അങ്ങനെ പറഞ്ഞിട്ട് ജൂ ഉടൻ തന്നെ അവരുടെ ഇന്റേണൽ എനർജി ഒന്ന് റിലീസ് ചെയ്തു. അവരുടെ ഓറ ഏതാണ്ട് 0 ആക്കി. ലോങ് ഈ അതിശക്തനാണ്. അയാൾക്ക് ജൂവിന്റെ ഓറ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ജൂ അവരുടെ ഓറ അങ്ങ് റിലീസ് ചെയ്തത്. മാർക്ക് ഫെല്ലർ ഉടൻ തന്നെ ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിക്കൊപ്പം ആ മലയിൽ നിന്ന് താഴോട്ടിറങ്ങി. മാർക്ക് താഴെ എത്തുമ്പോൾ സാക്ഷാൽ ലോങ് ഈ അവിടെ നിൽക്കുകയാണ്. ലോങ് ഈ കണ്ടതും മാർക്ക് അദ്ദേഹത്തെ നോക്കി തൊഴുതു. ലോങ് ഈ, സ്വാഗതം, ഹൂ മൗണ്ടനിലേക്ക് സ്വാഗതം, വരണം. ലോർഡ് ജൂ ഇവിടെ ഇല്ല, അങ്ങ് അവർ വരുന്നവരെ കാത്തിരിക്കണം, പ്ലീസ് കം. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും ലോങ് ഈ മാർക്കോട് ചോദിച്ചു, അല്ല, നിന്റെ പേരെന്താണ്? ലോർഡ് യോങ് ഈ, ഞാൻ മാർക്ക് ഫെല്ലർ. ആ, മാർക്ക് ഫെല്ലർ, ഞാൻ നിന്നെക്കുറിച്ച് ശരിക്കും കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലോങ് ഈ മാർക്കിനൊപ്പം മുകളിലേക്ക് നടന്നു തുടങ്ങി. മാർക്ക് ഫെല്ലർ അവിടെ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്തെ ലൈബ്രറി കയറി ഈ സദേൺ പ്രൊവിൻസിലെ ആളുകളുടെ കഥ വായിക്കുമ്പോൾ 3 ലുണാറ്റിക്കുകളെ കുറിച്ച് വായിച്ചിരുന്നു. അതിൽ ഒരു വട്ടൻ സാക്ഷൽ ആന്റി ജൂ ആണ്. രണ്ടാമത്തെ വട്ടൻ അത് ഈ ലോങ് ഈ ആണ്. ലോങ് ഈയുടെ കീഴിൽ ഒരു ടീമുണ്ട്. ആ ടീമിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ടീം ഏതാണ്ട് പൂർണ്ണമായും ലോങ് ഈയുടെ മക്കളാണ്. അയാളുടെ സ്വന്തം മക്കളല്ല, വളർത്തു മക്കളാണ്. 100ഓളം വരുന്ന ആ വളർത്തു മക്കൾ അതിശക്തരുമാണ്. വേണമെങ്കിൽ ഹെവൻലി ക്ലൗഡ് സെക്ഷനുമായി ഒന്ന് ഉരസി നോക്കാൻ കഴിയുന്ന ശൈലിയിൽ ശക്തനാണ് ലോങ് ഈ. ലോങ് ഈയുടെ ആ വളർത്ത മക്കളെ കുറിച്ച് ജൂ മാർക്കിനോട് സൂചിപ്പിക്കുകയും ചെയ്തു. ആ ഓർമ്മയിലാണ് മാർക്ക് ലോങ് ഈയുമായി അവരുടെ സ്വീകരണ മുറിയിലെത്തിയത്. ശരിക്കും ഇരുവശത്തും മുള നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആ മുളയിൽ തട്ടി കാറ്റടിക്കുമ്പോൾ സ്വാഭാവികമായും നടക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ ഒരു സുഖമുണ്ട്. അവർ നടന്ന് ഒരു ടേബിളിനടുത്തെത്തി. ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും മാർക്ക് ഫെല്ലർക്കും ലോങ് ഈക്കും ആവശ്യമായ ടീ ഒക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചതും മാർക്ക് ലോങ് ഈയോട് ചോദിച്ചു, അങ്ങ് എന്താ ഇവിടെ വരെ വന്നത്? മാർക്ക്, ഞാൻ ഇവിടെ വന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ജൂവിനെ അഭിനന്ദിക്കാൻ, അവരുടെ ബ്രേക്ക് ത്രൂവിൽ അവരെ അഭിനന്ദിക്കാനാണ് ഞാൻ വന്നത്. രണ്ടാമത്തെ കാര്യം നിന്നെ കാണുക എന്നുള്ളതാണ്. എന്നെ കാണാനോ? അതെ മാർക്ക്, നീ ജൂവിനൊപ്പം ഇവിടേക്ക് വന്നത് ഞാൻ അറിഞ്ഞായിരുന്നു. നിന്നെ ഒന്ന് പരിചയപ്പെടാനുള്ള ഉദ്ദേശവും എനിക്കുണ്ടായിരുന്നു. അങ്ങ് എന്നെ എന്തിനാ പരിചയപ്പെടുന്നത്? മാർക്ക് ഫെല്ലർ, ഈ സദേൺ പ്രൊവിൻസിൽ ജൂനിയേഴ്സിന്റെ കൂട്ടത്തിൽ ജീനിയസ് ആരെന്ന ചോദ്യത്തിന് ഇപ്പോ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് മാർക്ക് ഫെല്ലറാണ്. ലോർഡ്, അങ്ങനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരിക്കും ഒരുപാട് മിടുക്കർ ഈ സദേൺ റീജിയനിൽ ഇല്ലേ? മാർക്ക്, എന്ത് മിടുക്കർ? ആരും ഒന്നുമല്ല. ലോർഡ്, അങ്ങനെ പറയരുത്. ആ ലിയാൻഡ്രോ പോലും ശരിക്കും ശക്തനല്ലേ? ഏത്? ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ ലിയാൻഡ്രോ.
നീ കൊന്ന ആ ലിയാൻഡ്രോ അവനൊന്നും ഒന്നും അല്ലെന്ന്. അതെ അതെനിക്കറിയാം. അങ്ങയുടെ വളർത്ത മക്കളുമായി കമ്പയർ ചെയ്യുമ്പോൾ അവരാരും ഒന്നും അല്ലെന്ന് എനിക്കറിയാം. വളർത്ത മക്കളെ കുറിച്ച് മാർക്ക് ഫെല്ലർക്ക് അറിയാമെന്ന് മാർക്ക് പറഞ്ഞപ്പോൾ ആ ലോർഡ് ലോങ് ഒരു സന്തോഷം. അയാള് ചായ കുടിച്ചിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശരിക്കും ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആളുകളൊന്നും എന്റെ വളർത്തുമക്കളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്നതാണ് സത്യം. പക്ഷേ അവർ വലിയ പബ്ലിസിറ്റി കൊടുത്ത് അവർ വലിയ സംഭവമാണെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇഷ്ടപ്പെട്ടൊന്നും പറയാത്തതാണ്. അത് കേട്ടതും മാർക്ക് ലോങ്ങിയോട് ചോദിച്ചു, ലോർഡ് ലോങ്ങി, ശരിക്കും അങ്ങക്ക് ഈ സതേൺ മേഖലയിലെ എല്ലാ ആളുകളെയും അറിയാമോ? സീനിയർ ശ്രീഹരിയൊക്കെ അങ്ങേക്ക് പരിചയമുണ്ടോ? മാർക്ക്, എനിക്ക് എല്ലാവരും അറിയാം, പക്ഷേ എന്ന് പറഞ്ഞ എല്ലാവരുമായിട്ട് നല്ല അടുപ്പമുണ്ടെന്നൊന്നും നീ കരുതണ്ട, എന്നാൽ എനിക്ക് എല്ലാവരും അറിയാം. അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് സമയമുള്ളപ്പോ നീ എന്റെ സ്ഥലത്തേക്കൊക്കെ ഒന്ന് വരണം. എന്റെ എറ്റേണൽ സിറ്റി നിനക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. നിനക്ക് എപ്പോഴെങ്കിലും കൾട്ടിവേറ്റ് ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഉറപ്പായും എന്റെ എറ്റേണൽ സിറ്റിയിലേക്ക് നിനക്ക് വരാം. അത് കേട്ടതും സന്തോഷത്തോടെ മാർക്ക് പറഞ്ഞു, താങ്ക് യു. ശരിക്കും അങ്ങയുടെ ഈ ഓഫർ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കും. ഒരു ആവശ്യം വന്നാൽ ഞാൻ ഉറപ്പായും അങ്ങയെ കാണാൻ വരും. അങ്ങനെ മാർക്ക് പറഞ്ഞതും ലോർഡ് ലോങ് അവിടെ നിന്ന് എണീറ്റു. അയാള് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഏതാ പിന്നെ ഞാൻ സമയം കളയുന്നില്ല. ജൂവിനെ കാണുമ്പോൾ ഞാൻ വന്നിരുന്നുവെന്നും അവരുടെ ബ്രേക്ക് ത്രൂവിലുള്ള എൻ്റെ അഭിനന്ദനം അവരെ അറിയിക്കുകയും ചെയ്യുക. അങ്ങനെ പറഞ്ഞിട്ട് ലോങ് ആ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി തുടങ്ങി. മാർക്കും അദ്ദേഹത്തോടൊപ്പം താഴേക്ക് നടക്കുകയാണ്. വാതിൽ വരെ ലോങ്ങിക്കൊപ്പം അനുഗമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് മാർക്ക് ഫെല്ലർ. ലോങ്ങിയും മാർക്കും കൂടി ഏതാണ്ട് ഒരു 4-5 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിക്കാണ്. ആ സമയത്ത് ലോങ്ങി അവിടെ നിന്നു. മാർക്ക് ഫെല്ലർ, നീ ഫ്രണ്ട്ഷിപ്പിന് ശരിക്കും വിലമതിക്കുന്നവനാണല്ലേ? യോങ്ജിയെ അങ്ങനെ ചോദിച്ചപ്പോ ലേശൊരു അതിശയം മാർക്ക് ഫെല്ലർക്ക് തോന്നി. മാർക്ക് യോങ്ജിയോട് ചോദിച്ചു, ലോർഡ് യോങ്ജി, അങ്ങനെന്താ അങ്ങനെ ചോദിച്ചത്? മാർക്ക്, നീ ഫ്രണ്ട്സിനെ വളരെ കാര്യമായിട്ടൊക്കെ സംരക്ഷിക്കുമെന്ന് ഞാൻ കേട്ടിരുന്നു. പക്ഷെ എന്നിട്ടും നിന്റെ ഫ്രണ്ട്സിൽ ചിലർക്ക് അപകടം പറ്റിയത് നീ അറിഞ്ഞില്ലേ? അപകടം പറ്റിയെന്നോ? എന്റെ ഫ്രണ്ട്സിനോ? ലോർഡ്, അങ്ങ് ആരുടെ കാര്യമായി പറയുന്നത്? മാർക്ക്, ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്ത് നിന്റെ ചില സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നല്ലേ? യോങ്ജി, അങ്ങ് എന്തായി പറയുന്നത്? മാർക്ക്, ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്തുള്ള നിന്റെ ഒരു സുഹൃത്തിനെ ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാർ വധിച്ചായിരുന്നു. യോങ്ജി ആ വാചകം പറഞ്ഞപ്പോ മാർക്ക് അടുത്തുള്ള തൂണിൽ അറിയാതെ പിടിച്ചു പോവുകയാണ്. ശരിക്കും മാർക്ക് ഒന്ന് വിറച്ചായിരുന്നു. മാർക്ക് ആ തൂണിലെങ്ങനെ പിടിച്ചിട്ട് യോങ്ജിയോട് ചോദിച്ചു, യോങ്ജി, അങ്ങ് ആരുടെ കാര്യമായി പറയുന്നത്? മാർക്ക്, അവിടെ ഒരു ഷെനി ആനിക്കില്ലായിരുന്നു. ആ ഷെനി ആനിക്കിനെ ആ ഫസ്റ്റ് എൽഡർ വധിച്ചു എന്ന വാർത്ത നീ മാത്രമായിരിക്കും അറിയാത്തത്. മാർക്ക് ഈ ഓട്ടത്തിനിടയിലായതുകൊണ്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്തുണ്ടായ കാര്യങ്ങളൊന്നും മാർക്ക് അറിഞ്ഞിരുന്നില്ല. മാർക്ക് യോങ്ജി പറഞ്ഞ ആ വാചകം കേട്ടപ്പോൾ ശരിക്കും അങ്ങനെ സ്റ്റക്കായി സ്തംഭിച്ചു നിന്ന് പോവുകയാണ്. ഒരു അക്ഷരം പോലും മിണ്ടാനാകാതെ മാർക്ക് സ്തംഭിച്ചങ്ങനെ നിൽക്കുന്ന കണ്ടതും യോങ്ജി നിശബ്ദനായി മാർക്കിനെ തന്നെ അങ്ങനെ നോക്കി നിന്നിട്ട് മാർക്കിന്റെ ഷോൾഡറിലും തട്ടി പതുക്കെ താഴോട്ടിറങ്ങി. മാർക്ക് ശ്വസിക്കുന്ന പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതാണ് വാസ്തവം. ഷെനി ആനിക്കിനെ സ്വന്തമായി ഒരു സെക്ഷൻ ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് മാർക്ക് ഷെനി ആനിക്കിനെ കൊടുത്തിരുന്ന വാക്ക്. ആ മാർക്കിന് അവളുടെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത് ആലോചിക്കുമ്പോൾ മാർക്കിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ദേഷ്യം ഇങ്ങനെ ഇരച്ചു പൊങ്ങുകയാണ്. സങ്കടമാണോ ദേഷ്യമാണോ മുന്നോട്ട് നിൽക്കുന്നതെന്ന് പറയാൻ കഴിയാത്ത ശൈലിയിൽ മാർക്കിന്റെ ഉള്ളിൽ ദേഷ്യം കൊണ്ട് അങ്ങനെ തിളച്ചതും മാർക്ക് പെട്ടെന്ന് പടികൾ താഴോട്ടിറങ്ങി തുടങ്ങി. ആ നിമിഷത്തിൽ മാർക്കിന്റെ മുന്നിൽ സാക്ഷാൽ ജൂ പ്രത്യക്ഷപ്പെട്ടു. അവരെങ്ങനെയാണ് മാർക്കിന്റെ മുന്നിലേക്ക് വന്നതെന്ന കാര്യം മാർക്കിന് അറിയത്തില്ല. ജൂ മാർക്കിനെ തടഞ്ഞു. മാർക്ക്, നീ എവിടെ പോകുന്നു? ഞാൻ ക്ലൗഡ് സെക്ഷനിൽ പോവുകയാണ്. മാർക്ക്, ക്ലൗഡ് സെക്ഷനിലേക്കോ? എന്തിന്? എനിക്ക് ആ ഫസ്റ്റ് എൽഡറെ കൊല്ലണം. മാർക്ക്, ഫസ്റ്റ് എൽഡറെ കൊല്ലാൻ വേണ്ടി നീ അവിടെ ചെന്നാൽ നിന്നെ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാർ വെറുതെ വിടും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മാർക്ക്, നിന്റെ കയ്യിലിരിക്കുന്ന ആ വിളക്ക് അവിടെയുള്ള ചെറിയൊരു സംഭവം മാത്രമാണ്. നിനക്ക് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ കപ്പാസിറ്റിയെ കുറിച്ച് ഒരു ധാരണയുമില്ല. ആദ്യം നീ നിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ നോക്ക്, പിന്നീടാകാം പ്രതികാരമൊക്കെ. ജൂ വളരെ രൂക്ഷമായിട്ട് അങ്ങനെ പ്രതികരിച്ചതും മാർക്ക് ഫെല്ലർ ഒരു ആവേശത്തോടെ തിരികെ നടന്നു. അവൻ നടന്നെത്തിയത് ജൂവിന്റെ ആ കൾട്ടിവേഷൻ മുറിയിലേക്കാണ്. മാർക്കിന് വല്ലാത്തൊരു ആവേശം പിടികൂടിയിരിക്കുകയാണ്. ആ കൾട്ടിവേഷൻ മുറിയിലേക്ക് കയറിയ മാർക്ക് ഫെല്ലർ അതിവേഗം ആ കൾട്ടിവേഷൻ തറയിൽ അങ്ങ് ഇരുന്നു. അവിടെ ചമ്രം പടിഞ്ഞിരുന്ന മാർക്ക് അവന്റെ ബ്രീത്തിങ് എക്സസൈസ് ആരംഭിച്ചു. മാർക്ക് ബ്രീത്ത് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉള്ള ആ മലയുടെ മുകളിൽ നിന്ന് സ്പിരിച്വൽ എനർജി ഒരു നദി ഒഴുകും പോലെ മാർക്കിന്റെ അടുത്തേക്ക് ഒഴുകി വന്നു തുടങ്ങി. ഈ കാഴ്ച നേരത്തെ ആ എക്സ്ചേഞ്ച് ഗിൽഡിൽ വെച്ച് സാക്ഷാൽ ഹാൻ മില്ലർ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഹാൻസിന് ആ കാഴ്ചയിൽ വലിയ അതിശയം തോന്നിയില്ല. പക്ഷെ അതേ സമയത്ത് ജൂവിനും വെൻഡയ്ക്കും വെൻ എറിക്കിനും ഒക്കെ അതൊരു വല്ലാത്ത അതിശയമായിരുന്നു.
അവരാദ്യമായിട്ടാണ് മാർക്ക് ഫെല്ലർ സ്പിരിച്വൽ എനർജി ബ്രീത്ത് ചെയ്യുന്നത് കാണുന്നത്. ആ എൻറ്റയർ മലയും കവർ ചെയ്ത് നിൽക്കുന്ന സ്പിരിച്വൽ എനർജി നദി പോലെ ഒഴുകി മാർക്കിനടുത്തേക്ക് വരുന്നതും മാർക്കിലേക്ക് അങ്ങനെ ലയിച്ചു ചേരുന്നതും ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ആ കാഴ്ച കണ്ട ജൂ സാവധാനം അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഇനിയിപ്പോ എന്താ ചെയ്യുക? ജൂവിന്റെ ആ വാക്കുകൾ കേട്ടതും അടുത്ത് നിൽക്കുന്ന വെൻ ഡാനിയൽ ജൂവിനോട് ചോദിച്ചു, ആന്റി എന്താ പറഞ്ഞേ? അത് കേട്ടതും ജൂ അതിന് മറുപടി പറയാനായി തിരിഞ്ഞപ്പോൾ അവർ കാണുന്നത് സാക്ഷാൽ വെൻ ഡാനിയലിനെയാണ്. ആ വെൻ ഡായോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയതും അവർ വെൻ ഡായോട് പറഞ്ഞു, അതൊന്നുമില്ല. അല്ല, ഞാനൊരു വിഡ്ഢിയാണെന്ന് എഴുതിയിട്ടാണോ ആന്റി എന്നോട് പറയാത്തത്? ആന്റി എന്താണെന്ന് വെച്ചാൽ പറ. വെൻ ഡാനിയൽ, അത് നിന്നോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവർ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. ദിവസങ്ങളും ആഴ്ചകളും അങ്ങനെ അങ്ങ് പാസ് ചെയ്ത് പോവുകയാണ്. മാർക്ക് ഫെല്ലർ ആ കൾട്ടിവേഷനകത്ത് അങ്ങനെ മുഴുകിയിരിക്കുകയാണ്. ഈ സമയത്ത് ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് ഫസ്റ്റ് എൽഡർ മടങ്ങി എത്തിക്കഴിഞ്ഞു. മടങ്ങി എത്തിയെങ്കിലും അയാളുടെ പുറത്ത് ഗുരുതരമായി പരിക്കുണ്ട്. ജൂ അയാളെ തെല്ലെന്നുമല്ല പാടുപെടുത്തിയിരിക്കുന്നത്. അയാളുടെ നെഞ്ച് വലിച്ചു പിളർന്ന ജൂ അയാളുടെ കൈയും കാലും ഒടിച്ചിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് ശരിയായി വരാൻ മിനിമം 2 മാസമെങ്കിലും സമയമെടുക്കും. ഫസ്റ്റ് എൽഡർ അടുത്തെത്തുന്ന എൽഡർ ബായും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററും വേറെ എൽഡേഴ്സും ഒക്കെ ഫസ്റ്റ് എൽഡറെ ആ കിടപ്പ് കാണുമ്പോൾ അറിയാതെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോവുകയാണ്. എന്നാലും ആ മാർക്കിനെ എതിരിടാൻ പോയ ഫസ്റ്റ് എൽഡർക്ക് ഇങ്ങനെ വന്നല്ലോ. ഇതൊക്കെ അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന ഫസ്റ്റ് എൽഡർ കേൾക്കുന്നുണ്ട്. അയാളുടെ കഴിവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മറ്റ് എൽഡേഴ്സും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററും ഒക്കെ സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഫസ്റ്റ് എൽഡർക്ക് ശരിക്കും ദേഷ്യം വരും. പക്ഷെ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഒരു എൽഡർ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ, ഫസ്റ്റ് എൽഡർക്ക് എന്തായാലും വയ്യ, അപ്പോ ഈ സെക്ഷന്റെ ചുമതല ഇനി നിങ്ങൾ ഏറ്റെടുക്കണം. അത് അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ ശരിയാകുന്ന കാര്യമല്ല, സെക്ഷൻ മാസ്റ്റർ അതിന് ഉത്തരവ് തരണം. അങ്ങനെ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ പറഞ്ഞതും ബാക്കിയുള്ള എൽഡേഴ്സ് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെക്ഷൻ മാസ്റ്റർ അടുത്ത് പോയി പെർമിഷൻ വാങ്ങിക്കും. അങ്ങനെ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററുടെ ആ സ്ഥലത്തെത്തി. ഒരു മരത്തിന്റെ ചുവട്ടിൽ നിശബ്ദനായിരുന്ന് ധ്യാനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സെക്ഷൻ മാസ്റ്റർ. സെക്ഷൻ മാസ്റ്ററുടെ ആ സവിധത്തിലേക്ക് ചെല്ലുവാൻ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർക്ക് അനുവാദമില്ല. അതുകൊണ്ട് കുറെ മാറി നിന്ന് അയാൾ സെക്ഷൻ മാസ്റ്റർ പറഞ്ഞു, സെക്ഷൻ മാസ്റ്റർ, ഫസ്റ്റ് എൽഡർ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുകയാണ്. അപ്പോ ഈ സെക്ഷൻ നയിക്കാൻ ഞാൻ ചുമതല ഏൽക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്യട്ടോ? ആ ചോദ്യത്തിന് സെക്ഷൻ മാസ്റ്റർ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടായില്ല. കുറെ നേരം കാത്തുന്നതിന് ശേഷം മടങ്ങിയെത്തിയ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ആളുകളോട് പറഞ്ഞു, അപ്പോ ഇന്നു മുതൽ ഞാനാണ് ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ചുമതല നോക്കുന്നത്. എല്ലാവരും എന്നോടൊപ്പം നിൽക്കുക. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അല്പം നയം കയ്യിലുള്ള ആളാണ്. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാൾ ആദ്യം കൊടുത്ത ഉത്തരവ് അവിടെ ഫസ്റ്റ് എൽഡർ പിടിച്ച് തടങ്കലിട്ടിരിക്കുന്ന ആളുകളെല്ലാം മോചിപ്പിക്കാനാണ്. പ്രത്യേകിച്ച് മാർക്ക് ഫെല്ലറുമായി ബന്ധപ്പെട്ട ആളുകളെ, ഡീസനൊപ്പമുള്ള ആളുകളെയും അങ്ങനെ മോചിപ്പിച്ചു. ഈ കാര്യങ്ങളൊന്നും അറിയാതെ മാർക്ക് ഫെല്ലർ അവിടെ ആ കൾട്ടിവേഷൻ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് 1 മാസവും കടന്നുപോയി. ജൂവും വെൻ ഡാനിയലും വെൻ എറിക്കും ഒരു ടേബിളിന്റെ ചുറ്റുമിരുന്ന് പഴയതുപോലെ ഭക്ഷണവും മദ്യപാനമായി മുന്നോട്ട് പോകുമ്പോഴാണ് മാർക്ക് ഫെല്ലർ അങ്ങോട്ട് കടന്നു വരുന്നത്. മാർക്ക്, നീ വന്നോ? വാ വെള്ളം ഒടിക്കാം നമുക്ക്. മാർക്കിനെ കണ്ടപ്പോ തന്നെ വെണ്ട ശരിക്കും സന്തോഷത്തോടെ മാർക്കിന്റെ കൈകറി പിടിച്ചു. മാർക്ക് പെട്ടെന്ന് വെൻ ഡാനിയലോട് പറഞ്ഞു, ബ്രദർ, ഞാൻ ഇപ്പോ മദ്യപിക്കുന്നില്ല, ഞാൻ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് പോകാൻ പോവുകയാണ്. അത് കേട്ടതും ജൂ മാർക്ക് ഫെല്ലറോട് ചോദിച്ചു, മാർക്ക്, നിനക്ക് ഇപ്പോ എങ്ങനെ ഫീൽ ചെയ്യുന്നു? ലോർഡ് ജൂ, എനിക്ക് ഒരു 70% എന്റെ കപ്പാസിറ്റി വീണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. മാർക്ക്, ഇപ്പോഴും ഞാൻ നിന്നോട് പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ്. നീ പൂർണ്ണ കപ്പാസിറ്റി വീണ്ടെടുക്കാതെ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് പോകുന്നത് ആത്മഹത്യ ചെയ്യും പോലെയാണ്. പിന്നെ ഇപ്രാവശ്യം നിന്റെ രക്ഷയ്ക്കായി അവിടെ എത്താൻ എനിക്ക് സമയവുമില്ല. അത് കേട്ടത് മാർക്ക് ഫെല്ലർ ജൂവിനോട് പറഞ്ഞു, ആന്റി, എന്നെ കൊല്ലാൻ അവർ ശ്രമിക്കും, അതെനിക്കും അറിയാം. പക്ഷേ കൊല്ലപ്പെടാതിരിക്കാൻ എനിക്ക് ചില കരുതലുകളൊക്കെ ഉണ്ട്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ജൂ മാർക്കിന്റെ കയ്യിലേക്ക് ഒരു പേഴ്സ് പോലെ ഇരിക്കുന്ന സംഭവം എടുത്തു കൊടുത്തു. ആക്ച്വലി അത് പേഴ്സ് ആണെന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ പേഴ്സ് അല്ലെന്ന് ചോദിച്ചാൽ ആണ്. അങ്ങനെ ഒരു സാധനമാണ്. മാർക്ക് ഫെല്ലർ ആ പേഴ്സ് വാങ്ങിച്ചപ്പോൾ അത് ശരിക്കും ഒരു ആർട്ടിഫാക്റ്റ് ആണ്, ഒരു സ്പെഷ്യൽ ആർട്ടിഫാക്റ്റ്. മാർക്ക് അതിലേക്ക് മാർക്കിന്റെ ഡിവൈൻ സെൻസ് ആക്ടിവേറ്റ് ചെയ്തതും ആ സ്പെഷ്യൽ ആർട്ടിഫാക്റ്റിനകത്തുള്ള കാഴ്ചകൾ മാർക്ക് തേടി വന്നു. അതിനകത്ത് സാക്ഷാൽ ബ്ലാക്ക് ഈഗിൾ ഉണ്ട്. ആന്റി, ഇത് മാർക്ക്, ഹാൻസ് നിനക്ക് നൽകണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചു പോയതാണ്. ആ സ്പെഷ്യൽ ആർട്ടിഫാക്റ്റിനകത്ത് ആ ബ്ലാക്ക് ഈഗിൾ മാത്രമല്ല ഉള്ളത്, ഒരുപാട് മെഡിസിനൽ ഹെർബ്സ് ഉണ്ട്, അതുപോലെ റിഫൈൻഡ് മരുന്നുകളുണ്ട്, അനവധി മാന്ത്രിക ഉപകരണങ്ങളുമുണ്ട്. ഹാൻസ് വളരെ കരുതലോടെയാണ് മാർക്കിന് ആ സ്പെഷ്യൽ ആർട്ടിഫാക്റ്റ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. ആ കാഴ്ചകൾ കണ്ടതും
മാർക്ക് ഫെല്ലർ ജൂവിനോട് പറഞ്ഞു, ആന്റി, ഹാൻസ് എന്നെ വീണ്ടും കടക്കാരനാക്കിയിരിക്കുകയാണ്. മാർക്ക്, നീ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കണ്ട, തൽക്കാലം നീ അതൊക്കെ ഒന്ന് ഉപയോഗിക്കും. അങ്ങനെ ജൂ പറഞ്ഞതും വെൻ എറിക്കും മാർക്കിനൊപ്പം താഴോട്ടിറങ്ങി. ആ മലയുടെ അടിവാരത്തെത്തിയതും വെൻ എറിക്കും മാർക്കിനെ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തു. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടെന്നൊക്കെ അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉപദേശങ്ങളാണ് മാർക്കിന് കൊടുക്കുന്നത്. മാർക്കിനെ അവർ അവരുടെ ഭാഗമായി കണ്ടിരിക്കുകയാണ്. അവരോട് യാത്ര പറഞ്ഞ മാർക്ക് ആ ബ്ലാക്ക് ഈഗിള് പുറത്തിറക്കി അതിന്റെ മുകളിലേക്ക് കയറി. ശരിക്കും ഒരു കൂറ്റൻ ഈഗിളാണ് ഹാൻസ് മില്ലർ മാർക്കിനെ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. മാർക്ക് ആ ബ്ലാക്ക് ഈഗിളിന്റെ പുറത്ത് കയറി നേരെ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് തിരിച്ചു. ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് മാർക്ക് എങ്ങനെ കടന്നു പോകുന്നത് ഗൂസ് സിറ്റിക്ക് മുകളിലൂടെയാണ്. ഗൂസ് സിറ്റിയുടെ മുകളിലെത്തിയതും മാർക്ക് ഫെല്ലർ അവന്റെ ഈഗിളുമായി അവിടെ ഒരിടത്ത് ലാൻഡ് ചെയ്തു. ഈഗിളിനെ ഒളിപ്പിച്ചതിന് ശേഷം മാർക്ക് നടന്നെത്തിയത് ആ ലേലം നടക്കുന്ന വെന്യൂവിലാണ്. ലേലം നടക്കുന്ന വെന്യൂവിലേക്ക് മാർക്ക് വന്നതും മാർക്കിനെ അവിടെയുള്ള കാവൽക്കാർ തടുത്തു. ഹലോ മിസ്റ്റർ മാർക്ക് ഫെല്ലർ, ഞങ്ങളിവിടെ ചെറിയ രീതിയിലേക്ക് ലേലം നടത്തുന്ന ആളുകളാണ്. നിങ്ങളിപ്പോഴുള്ള ആളുകൾ വന്നാൽ ശരിയാകില്ല. എനിക്ക് സിസ്റ്റർ ലിന്നിനെ ഒന്ന് കണ്ടാൽ മതി, വേറൊന്നിനുമല്ല, അവരെ കാണുക, സംസാരിക്കുക, പോവുക, അത്രയേ ഉള്ളൂ. അത് കേട്ടതും കാവൽക്കാരിൽ ഒരാൾ മാർക്കിനോട് പറഞ്ഞു, അതിന് സിസ്റ്റർ ലിൻ ഇവിടെ വരാറില്ലല്ലോ. സിസ്റ്റർ ലിൻ വരാറില്ലെന്നോ? അവരിപ്പോ എവിടെയാ താമസിക്കുന്നത്? മാർക്ക് എങ്ങനെ ചോദിച്ചതും സിസ്റ്റർ ലിൻ താമസിക്കുന്ന അഡ്രസ്സ് ആ കാവൽക്കാർ മാർക്കിന് കൊടുത്തു. ആ അഡ്രസ്സുമായി മാർക്ക് സിസ്റ്റർ ലിൻ താമസിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. സിസ്റ്റർ ലിൻ കുറെ വർഷങ്ങളായിട്ട് ആ ഗൂസ് സിറ്റിയിൽ ലേലം നടത്തുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു ജീവിത സൗകര്യം സിസ്റ്റർ ലിൻ ഉണ്ടാക്കി കാണുമെന്നുള്ള പ്രതീക്ഷ മാർക്കിനുണ്ട്. പക്ഷേ മാർക്ക് അവളുടെ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ശരിക്കും സ്തംഭിച്ചങ്ങനെ നിന്നു പോവുകയാണ്. ആ വീടിന്റെ മുന്നിൽ 3-4 ആളുകൾ പരസ്പരം വഴക്കുണ്ടാക്കുകയാണ്. ആ വഴക്കിൽ ശ്രദ്ധിക്കാതെ ആ വീടിന്റെ വശത്തൊരു കസേരയിൽ സിസ്റ്റർ ലിൻ എങ്ങോട്ടൊന്നില്ലാതെ നോക്കിയിരിക്കുകയാണ്. അവളുടെ സൈഡിലായി നടക്കുന്ന ആ വഴക്ക് അവളെ ബാധിക്കുന്നതേ ഇല്ല എന്ന് വ്യക്തം. ആ കാഴ്ചയിലേക്ക് നോക്കുന്ന മാർക്കിന് പെട്ടെന്നാണ് കാര്യം മനസ്സിലായത്. സിസ്റ്റർ ലിന്നിന്റെ വസതിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഒരു സാധനത്തെ ചൊല്ലിയാണ് ആ 4 സംഘം പരസ്പരം വഴക്കുണ്ടാക്കുന്നത്. അത് കണ്ടതും മാർക്ക് ആ നിമിഷം തന്നെ അവരെ 4 കൊന്നു. 4 കൊന്ന് 4 ബോഡിയും മാർക്ക് ദഹിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സിസ്റ്റർ ലിൻ തിരിഞ്ഞു നോക്കുന്ന അവൾ കണ്ടത് സാക്ഷാൽ മാർക്ക് ഫെല്ലറെയാണ്. അവിടെ ആ വഴക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന 4 പേരെയും കാണാനുമില്ല. മാർക്കിനെ കണ്ടത് ചാടി എണീറ്റ സിസ്റ്റർ ലിൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എന്താ ഇവിടെ? നീ എപ്പോ എത്തി? സിസ്റ്റർ, അതിനൊക്കെ ഞാൻ മറുപടി പറയാം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? നിന്റെ വീട്ടിൽ നിന്ന് എവരെന്തിനാ സാധനം എടുത്തുകൊണ്ട് പോകുന്നത്? മാർക്ക്, എന്നെ ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാർ വിട്ടതിന് ശേഷം ഇതൊക്കെയാണ് അവസ്ഥ. ലിൻ, എന്തോടാ ഇത് പറയുന്നത്? എന്താ സംഭവിച്ചത്? മാർക്ക്, ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാർ എന്നെ പിടിച്ചുകൊണ്ട് പോയി കുറെ നാൾ തടങ്കിലിട്ടിരുന്നല്ലോ. എന്നെ വിട്ടതിന് ശേഷം ഞാൻ മടങ്ങിയെത്തിയപ്പോൾ എല്ലാ ആളുകളും എന്നോട് ഈ ശൈലിയിലാണ് പെരുമാറുന്നത്. എന്റെ വീട്ടിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും ബലാത്കാരമായി ആളുകൾ എടുത്തുകൊണ്ട് പോയി. ആദ്യമൊക്കെ ഞാൻ ചെറുത്തിരുന്നു, പരാതിയും കൊടുത്തിരുന്നു. പക്ഷെ ആരോട് പരാതി കൊടുക്കാൻ ഒരു ലക്ഷ്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. മാർക്കിന് അത് കേട്ടപ്പോൾ ശരിക്കും വിഷമമായി. മാർക്ക് ഫെല്ലറെ സഹായിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് സിസ്റ്റർ ലിൻ ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. പെട്ടെന്ന് മാർക്ക് സിസ്റ്റർ ലിനോട് ചോദിച്ചു, ഷെനിയാനിക്കിന് എന്താ സംഭവിച്ചത്? മാർക്ക്, നീ ഇപ്പോൾ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. മാർക്ക്, നിന്നെ അന്വേഷിച്ച് ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാർ ഈ സദേൺ പ്രൊവിൻസ് മുഴുവൻ ആളുകളെ വിട്ടിരുന്നു. പക്ഷേ അവർക്ക് നിന്നെ കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ നിന്നെ വരുത്താൻ വേണ്ടി അവർ ഞങ്ങളെ എല്ലാവരെയും പബ്ലിക്കായി വധിക്കാൻ തീരുമാനിച്ചു. ഡീസനെയും എന്നെയും ഷെനിയാനിക്കിനെയും ബാക്കിയുള്ള എല്ലാവരെയും പബ്ലിക്കിനെ ആ വിവരം അവരെ അറിയിക്കുകയും ചെയ്തതാണ്. ഒരുപാട് ആളുകൾ കാണാനും വന്നു. അപ്പോഴാണ് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഇടപെട്ടത്. ഒരു കാരണവശാലും ഡീസനെ വധിക്കാൻ പറ്റില്ല എന്ന് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ തീർത്തു പറഞ്ഞു. സെക്ഷൻ മാസ്റ്റർ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഹോൾഡർ അവസാനം ഡീസനെ മോചിപ്പിച്ചു. പക്ഷെ അയാള് ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിരുന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ നിർബന്ധിതനായതുപോലെയായി. അങ്ങനെയാണ് ഷെനിയാനിക്കിനെ അയാൾ ടാർഗറ്റ് ചെയ്തത്. ഷെനിയാനിക്കിന് ശരിക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റ് ഹോൾഡർ ഒറ്റയടിക്ക് അവളെ കൊല്ലുകയായിരുന്നു. ഷെനിയാനിക്കിന്റെ ആ ദാരുണമായ മരണത്തെക്കുറിച്ച് ദൃക്സാക്ഷിയായ അലീന അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് സിസ്റ്ററിന്റെ അടുത്തുള്ള കസേരയിൽ അറിയാതെ ഇരുന്നു പോവുകയാണ്. മാർക്കിനൊപ്പം വളരെ നേരത്തെ കൂടിയ ആളാണ് ഷെനിയാനിക്. പൈറോയിൽ ആ വടക്ക് കിഴക്ക് ഭാഗത്തായി ഒരു സെക്ഷൻ സ്വന്തമായി നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു സാക്ഷാൽ ഷെനിയാനിക്. അവിടെ വെച്ചാണ് മാർക്ക് അവരെ പരിചയപ്പെടുന്നത്. അവരുടെ ആ സെക്ഷനകത്തുള്ള ഐസ് ഹാർട്ട് ലേക്കും അതിലെ ഐസ് ഹാർട്ടൊക്കെ മാർക്കിനെ ഒരുപാട് സഹായിച്ചതാണ്. മാർക്ക് അവരെ കാൻസിറ്റി കൊണ്ടുവന്നു. അവിടുത്തെ സെക്ഷന്റെ ലീഡറാക്കി. അവിടെ നിന്നാണ് മാർക്ക് അവരെയും കൊണ്ട് ഈ ഹെവൻലി റീജിയനിൽ വരുന്നത്. ഇവിടെ സ്വന്തമായി ഒരു സെക്ഷൻ രൂപീകരിക്കാൻ അവരെ സഹായിക്കാമെന്ന്
മാർക്ക് അവർക്ക് വാക്ക് കൊടുത്തിരുന്നതാണ്. പക്ഷേ ആ വാക്ക് പാലിക്കാൻ മാർക്കിന് പറ്റിയില്ല. പെട്ടെന്ന് എന്തോ ആലോചിച്ച പോലെ മാർക്ക് സിസ്റ്റർ ലിന്നോട് പറഞ്ഞു, സിസ്റ്റർ എന്നോടൊപ്പം വാ. മാർക്ക് എവിടേക്കാ? സിസ്റ്റർ നമുക്ക് ഒരു സ്ഥലം വരെ പോവാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ സിസ്റ്റർ ലിന്നയും കൊണ്ട് പുറത്തിറങ്ങി മാർക്കിന്റെ ആ ഡിവൈൻ ആർട്ടിഫാക്റ്റ് തുറന്ന് അതിൽ നിന്ന് ആ ബ്ലാക്ക് ഹോക്കിനെ പുറത്തിറക്കി. വല്ലാത്തൊരു കൗതുകത്തോടെയാണ് സിസ്റ്റർ ലിൻ ആ കൂറ്റൻ കറുത്ത പരുന്തിനെ നോക്കിയത്. മാർക്ക് ഫെല്ലർ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ നമുക്ക് ഇപ്പോൾ തന്നെ ഒരു സ്ഥലം വരെ പോകണം. സിസ്റ്റർ ഈ പരുന്തിന്റെ പുറത്ത് കയറിക്കോ. മാർക്ക് ഫെല്ലർ സിസ്റ്റർ ലിന്നയും കൊണ്ട് എത്തിയത് ആ ഗൂസ് സിറ്റിയിലെ സിറ്റി ലോഡിന്റെ പാലസിന്റെ മുകളിലേക്കാണ്. അവിടേക്ക് മാർക്ക് ആ പരുന്തിൽ എത്തിയത് കണ്ടതും സിസ്റ്റർ ലിന്നിന് ഭയങ്കര അതിശയം. മാർക്ക് നമ്മൾ എന്തിനാ ഇവിടേക്ക് വരുന്നത്? അവരങ്ങനെ സംസാരിക്കുമ്പോൾ സിറ്റി ലോഡിന്റെ വസതിക്കുള്ളിൽ ആ കോൺഫറൻസ് ഹാളിൽ ഒരു ചർച്ച നടക്കുകയാണ്. സിറ്റി ലോഡ്, ഞങ്ങൾ മാർക്ക് ഫെല്ലറെ കണ്ടു. അവൻ ആ ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വന്നിരുന്നു. സിറ്റി ലോഡ്, അവനെ നമുക്ക് പിടിച്ചു കിട്ടണ്ടേ? സിറ്റി ലോഡ്, ഇപ്പോ നമ്മൾ അവനെ പിടിച്ചു കൊടുത്താൽ ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാർ ശരിക്കും നമുക്ക് സമ്മാനങ്ങൾ നൽകും. ആളുകൾ മാർക്ക് ഫെല്ലറെ പിടിച്ചു കൊടുക്കാനായി ആവേശത്തോടെ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോ സിറ്റി ലോഡ് അവരോട് പറഞ്ഞു, ഏയ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിങ്ങൾ ആരും മാർക്ക് ഫെല്ലറെ കണ്ടിട്ടില്ല. സിറ്റി ലോഡ്, ഞങ്ങളൊക്കെ കണ്ടതാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, നിങ്ങൾ ആരും മാർക്ക് ഫെല്ലറെ കണ്ടിട്ടില്ല. മാർക്ക് ഈ ഗൂസ് സിറ്റിയിലേക്ക് വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുമില്ല, നിങ്ങൾ കണ്ടിട്ടുമില്ല. ആര് ചോദിച്ചാലും അതാണ് ഉത്തരം. പെട്ടെന്ന് സിറ്റി ലോഡ് അങ്ങനെ പറഞ്ഞപ്പോ ആ സിറ്റി ലോഡിന്റെ അനുയായികൾക്കൊക്കെ ആകെ ഒരു കൺഫ്യൂഷൻ. അത് കണ്ടതും സിറ്റി ലോഡ് അവരോട് പറഞ്ഞു, നോക്കെ ആ ഫസ്റ്റ് എൽഡർ പോലും മാർക്കിന്റെ കൈയാൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. മാർക്കിനൊപ്പമുള്ള ആളുകളും ശക്തരാണ്. തൽക്കാലം നമുക്ക് മാർക്കിനെ പിടക്കണ്ട, ഹെവൻലി ക്ലൗഡ് സെക്ഷനെ പിടക്കണ്ട. നമ്മളൊരു ന്യൂട്രൽ സ്റ്റാൻഡിൽ അങ്ങനെ നിൽക്കുന്നതാണ് നല്ലത്. സിറ്റി ലോഡിന്റെ ആ അഭിപ്രായം കേട്ടപ്പോ ആളുകൾക്ക് കഥ മനസ്സിലായി. ഇപ്പൊ ഒരു പക്ഷം പിടിച്ചാൽ ആ പക്ഷം പരാജയപ്പെട്ടാൽ ഉറപ്പായും മറുപക്ഷം അവരെ ഇല്ലാതാക്കും. അതുകൊണ്ട് ന്യൂട്രലായിട്ട് ചേരിചേരാ നയത്തിൽ പോകുന്നതാണ് നല്ലത്. സിറ്റി ലോഡ് അത്രയും പറയുമ്പോഴാണ് പുറത്ത് ആ പാലസിന്റെ കോമ്പൗണ്ട് കടന്ന് സാക്ഷാൽ ബ്ലാക്ക് ഹോക്ക് അകത്തേക്ക് കടന്ന വിവരം സിറ്റി ലോഡും കൂട്ടറൊക്കെ അറിയുന്നത്. ഒരു കൂറ്റൻ പരന്ത് അവരുടെ ആ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടന്നു എന്ന് ഗാർഡുകൾ റിപ്പോർട്ട് ചെയ്ത അതേ നിമിഷത്തിൽ ഒരാൾ ഓടി വന്ന് പറഞ്ഞു, സിറ്റി ലോഡ്, മാർക്ക് ഫെല്ലർ എത്തിയിരിക്കുന്നത്. മാർക്ക് ഫെല്ലർ സിറ്റി ലോഡിന്റെ പാലസിലേക്ക് എത്തിയെന്ന് കേട്ടതും എന്ത് എന്ന് അറിയാൻ കഴിയാത്ത ഒരു ഭാവത്തിലേക്ക് സകലരും കടക്കുകയാണ്. ശരിക്കും ഒരു ഭയം സകല ആളുകളിലും വന്നിട്ടുണ്ട്. മാർക്ക് എന്തിനാ ഈ പാലസിലേക്ക് വന്നത്? അങ്ങനെ അവര് ആലോചിക്കുമ്പോഴേക്കും മാർക്ക് ഫെല്ലറും സിസ്റ്റർ ലിന്നും കൂടി ആ പാലസിന്റെ അകത്തേക്ക് കടന്നു. അപ്പോഴും സിസ്റ്റർ ലിൻ മാർക്കോട് ചോദിക്കുകയാണ്, മാർക്ക് നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നത്? ഏയ് ലിൻ, നീ വാ, കാര്യമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അകത്തേക്ക് കിടക്കുമ്പോ സിറ്റി ലോഡ് ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, നീ എന്ത് വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് വലിച്ചു കയറി വന്നത്? മാർക്ക്, നീ ശക്തനാണെന്ന് സ്വയം ധരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ വെറുതെയാണ്. അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ സിറ്റി ലോഡിനോട് പറഞ്ഞു, ഹേയ് സിറ്റി ലോഡ്, നിങ്ങളുടെ ഈ ഗൂസ് സിറ്റിക്ക് ചുറ്റുമായി ഒരു ഫോർമേഷൻ ഉള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷെ അത് പുറത്തുള്ള ആളുകൾ അകത്തേക്ക് വരുമ്പം തടുക്കാനാണ്. പക്ഷെ അകത്ത് നിൽക്കുന്ന എന്നെ അത് തടുക്കില്ലല്ലോ. മാർക്ക് വളരെ കാര്യമായിട്ടാണ് അത് പറഞ്ഞത്. അതിനകത്ത് വാസ്തവം ഉണ്ട് തന്നെ. പുറത്തുനിന്ന് ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്യാം. സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് വരുന്ന ആളുകളെ ആ ഫോർമേഷൻ തടുക്കും. പക്ഷെ മാർക്ക് ഇപ്പൊ അകത്തല്ലേ നിൽക്കുന്നത്. അത് കേട്ടതും സിറ്റി ലോഡ് മാർക്കിനോട് പറഞ്ഞു, ഏഹേയ് മാർക്ക്, പുറത്തുള്ളവരെ മാത്രമല്ല അകത്തുള്ളവരെയും തടുക്കാൻ ഇവിടെ ഫോർമേഷൻ ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ കൈ ഒരു പ്രത്യേക രീതിയിൽ ആക്ഷൻ കാണിച്ചതും ആ ആക്ഷന് പ്രതിഫലനം ഉണ്ടായി. ആ ബിൽഡിങ്ങിന്റെ പല ഭാഗത്തുനിന്നും ചില സ്വിച്ചുകൾ ഓണായി. ഓട്ടോമാറ്റിക്കായിട്ട് ആ പാലസിന് ചുറ്റുമായി ഒരു പ്രകാശം ഉണ്ടാവുകയാണ്. ആകാശത്തേക്ക് താഴെ നിന്ന് രശ്മികളുടെ ഒരു പാച്ചില ഉണ്ടായത്. പെട്ടെന്നാണ് ആ പാലസിന് ചുറ്റും ഒരു നല്ല വർണ്ണക്കുടയുണ്ടായത്. ആ വർണ്ണക്കുട ആ പാലസിന്റെ മുകളിൽ അങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ സിറ്റി ലോഡ് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇപ്പോ നീ സ്ഥലം വിടുന്നതാണ് നിനക്ക് നല്ലത്. അത് കേട്ടതും മാർക്ക് ഫെല്ലർ സിറ്റി ലോഡിനോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്നെ പിടിച്ചു കൊടുക്കുന്നതിന് പകരം എന്നെന്തിനാ ഓടിച്ചു വിടുന്നത്? ഹെവൻലി ക്ലൗഡ് സെക്ഷന് മാർക്ക് ഫെല്ലറെ പിടിച്ചു കൊടുക്കുന്നല്ലേ നല്ലത്. അതിന് പകരം മാർക്കിനോട് രക്ഷപ്പെട്ടോളം പറയുന്നത് എന്തിനെന്ന് മാർക്ക് ചോദിച്ചപ്പോ സിറ്റി ലോഡ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ മുകളിൽ കാണുന്ന ആ കുടയിലേക്ക് നോക്കിയതും മാർക്കും ആ കുടയിലേക്ക് നോക്കി. ആ കുടയിലേക്ക് നോക്കിയ മാർക്ക് ഒന്നും മിണ്ടാതെ ആ ഹാളിന്റെ വാതിലിലോട്ട് നടന്നു. അകത്തേക്ക് വന്ന മാർക്ക് തിരിച്ചു പോകുന്ന കണ്ടപ്പോ സിറ്റി ലോഡിന്റെ മുഖത്ത് ശരിക്കും ഒരു സന്തോഷമായി. മാർക്ക് ശരിക്കും ഭയപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും സിറ്റി ലോഡിന്റെ മുഖത്തുണ്ടായ ആ സന്തോഷം ആ ഹാളിലുള്ള എല്ലാ ആളുകളിലും ദൃശ്യമാവുകയാണ്. പക്ഷെ ഇപ്പൊ പെട്ടിരിക്കുന്നത് സിസ്റ്റർ ലിന്നാണ്. സിസ്റ്റർ ലിൻ വാതിൽക്കിലേക്ക് നടക്കാൻ തുടങ്ങിയതും മാർക്ക് ഇടത് കൈ ഉയർത്തി സിസ്റ്റർ ലിന്നെ അങ്ങനെ തടുത്തു. അടുത്ത നിമിഷത്തിൽ സിസ്റ്റർ ലിൻ കാണുന്നത് അമ്പരപ്പിക്കുന്ന രസകരമായ ഒരു കാഴ്ചയാണ്. മാർക്ക്
കൈയെന്ന് നിവർത്തി ആകാശത്തേക്ക് ഒരൊറ്റ ഇടി. ചുമ്മാ ശൂന്യതയിൽ മാർക്ക് ഇടിച്ചതാണ്, അവിടെ ഒന്നുമില്ല. പക്ഷെ മാർക്ക് ഇങ്ങനെ ഇടിച്ചതും മാർക്കിന്റെ കൈക്ക് ചുറ്റുമായി ഒരു സുവർണ പ്രകാശം ഉണ്ടായി. മാർക്കിന്റെ ആ കയ്യിലെ സുവർണ പ്രകാശം പെട്ടെന്ന് മുന്നിൽ ഒരു പ്രകാശ തരംഗം ഉണ്ടാക്കി. അതിശക്തമായ ഒരു കാറ്റ് നേരെ മുകളിലേക്ക് ഉയർന്നതും കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ അത് ആ കുടയിൽ വന്നിടിച്ചതും ഒരേ നിമിഷത്തിലാണ്. ആ കുട ശക്തമായ ഒരു പ്രഷർ താഴേക്ക് കൊടുക്കുമ്പോഴാണ് മാർക്ക് ഫെല്ലറുടെ കൈ അതിലിടിക്കുന്നത്. താഴെ നിൽക്കുന്ന മാർക്കിന്റെ കൈ കൊണ്ടുള്ള പഞ്ച് സൃഷ്ടിച്ച ആ കാറ്റ് ആ കുടയെ തകർത്ത് തരിപ്പണമാക്കി. എന്താണ് സംഭവിക്കുന്നതെന്ന് ഹാളിനകത്തുള്ള ആളുകൾക്ക് കാണാം. അവർ കണ്ടു അവരുടെ പ്രൊട്ടക്ഷൻ തകർന്ന് തരിപ്പണമാകുന്നത്. ആ കുട പൂർണ്ണമായും അപ്രത്യക്ഷമായതും മാർക്ക് ഫെല്ലർ അകത്തേക്ക് കടന്നു. ഇപ്പൊ ശരിക്കും വാപൊളിച്ച് നിൽക്കുന്നത് സിസ്റ്റർ ലിന്നാണ്. മാർക്ക് ഫെല്ലർ ശരിക്കും ശക്തനായി എന്നുള്ള കാര്യം സിസ്റ്റർ ലിൻ ഇപ്പോഴാ തിരിച്ചറിയുന്നത്. സിസ്റ്റർ ലിന് നേരെ മാർക്ക് നടന്നു വരുന്ന കണ്ടതും സിസ്റ്റർ ലിൻ മാർക്കോട് ചോദിച്ചു, മാർക്ക് അപ്പോ സ്പിരിച്വൽ വെച്ച് തിരിച്ചു കിട്ടിയല്ലേ? ആ ചോദ്യത്തിനൊപ്പം അവൾ ഒരു ചോദ്യം കൂടി ചോദിച്ചു, മാർക്ക് നീ ഇപ്പോ നേസൻ ലെവലിലാണല്ലേ? സാധാരണഗതിയിൽ ഒരാളും അത് പ്രതീക്ഷിക്കത്തില്ല. നേസന്റെ ലെവലിലുള്ള ഒരാള് ഓൾമൈറ്റി ലെവലിലുള്ള ഫസ്റ്റ് എൽഡറെയൊക്കെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അസംഭവ്യമാണ്. ഫസ്റ്റ് എൽഡറെ മാർക്ക് പരാജയപ്പെടുത്തിയ കാര്യമൊന്നും സിസ്റ്റർ ലിൻ അറിയത്തുമില്ല. സിസ്റ്റർ ലിൻ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് മാർക്കിനെ കണ്ടത്. മാർക്ക് സിസ്റ്റർ ലിന്നെ കൊണ്ട് ഈ പാലസിലെത്തി ഈ സംഭവം നടക്കുകയും ചെയ്തു. ഇതിനിടയിൽ മാർക്കിന്റെ ആ സ്പിരിച്വൽ നോളജ് തിരിച്ചു കിട്ടിയ കാര്യമൊന്നും സംഭാഷണ വിധേയമായില്ല എന്നതാണ് സത്യം. മാർക്കിനെ അമ്പരന്ന് സിസ്റ്റർ ലിൻ നോക്കി നിൽക്കുമ്പോൾ സിസ്റ്റർ ലിന്റെ ഷോൾഡറിലും തട്ടിയിട്ട് മാർക്ക് ഫെല്ലർ ആ സിറ്റി ലോഡിനെ മുന്നിലേക്ക് നടന്നു തുടങ്ങി. അത് കണ്ടതും സിറ്റി ലോഡ് ഓടി മാർക്കിന് മുന്നിലേക്ക് വന്നു. മാർക്ക് സത്യത്തിൽ നിനക്ക് എന്താ വേണ്ടത്? ആ ചോദ്യം കേട്ടതും മാർക്ക് ഫെല്ലർ സിറ്റി ലോഡിനോട് പറഞ്ഞു, ഹേയ് ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും അല്ല വന്നത്, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. മാർക്ക് ഞാൻ എന്ത് സഹായം ചെയ്യേണ്ടത്? ഹേയ് വേറൊന്നുമല്ല, എന്റെ സിസ്റ്ററാണ് ലിൻ. ലിനിനെ കുറച്ച് ദിവസം നിങ്ങൾ ഇവിടെ താമസിപ്പിക്കണം. അവൾക്ക് ഒരു കുഴപ്പവും വരാതെ നോക്കാനുള്ള ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട്. അത് കേട്ടപ്പോ ശരിക്കൊരു ആശ്വാസമാണ് സിറ്റി ലോഡിനുണ്ടായത്. ഇതെങ്ങാനും മാർക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഷോയുടെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, ഈ സംഭാഷണവും ഉണ്ടാകുമായിരുന്നില്ല. സിറ്റി ലോഡ് ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇതാണോ കാര്യം? ഈ പാലസ് ഇനി ഇവളുടെയും കൂടിയാണ്. അങ്ങനെ സിറ്റി ലോഡ് പറഞ്ഞതും മാർക്ക് ചിരിച്ചുകൊണ്ട് തന്നെ സിറ്റി ലോഡിനോട് പറഞ്ഞു, ഞാൻ ഇവളെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞാൻ തിരിച്ചു വരുമ്പോ ഇതുപോലെ എനിക്ക് തിരിച്ചു തരണം. ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങളുടെ കഴുത്തിന് മുകളിലുള്ള തല അത് നിങ്ങളുടേതായിരിക്കത്തില്ല, ഞാനങ്ങ് കൊണ്ടുപോകും. വളരെ കൂളായിട്ടാണ് മാർക്ക് അത് പറഞ്ഞത്. ആ പറച്ചിലിൽ എല്ലാം ഉണ്ട്. മാർക്ക് പറഞ്ഞത് കേട്ടതും സിറ്റിലോട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഞാൻ വാക്ക് തരുന്നു, എന്റെ ജീവൻ കൊടുത്തും ഞാൻ ഇവളെ സംരക്ഷിച്ചിരിക്കും. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ മാർക്ക് ഫെല്ലറുമായി കണക്ഷനുള്ള ആളുകൾക്ക് ഒരു ത്രെട്ടാണ്. മാർക്കിന്റെ സഹോദരി എന്ന് മാർക്ക് പരിചയപ്പെടുത്തിയ അലീന എന്ന സിസ്റ്റർ ലിൻ അവിടെ ആ സിറ്റിലോഡിന്റെ വസതിയിൽ കഴിയുന്നു എന്ന കാര്യം അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരെങ്കിലുമൊക്കെ പറഞ്ഞറിഞ്ഞ് ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ ആരെങ്കിലും വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കും. അതൊക്കെ സിറ്റിലോഡിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടില്ല, സിസ്റ്റർ ലിന്നെ താൻ സംരക്ഷിക്കുമെന്നുള്ള ഒരു നിലപാടിലേക്ക് ആ സിറ്റിയിലൂടെ കടന്നതും അവരോടൊക്കെ യാത്ര പറഞ്ഞ് സിസ്റ്റർ ലിനോട് യാത്ര പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ വീണ്ടും ആ കറുത്ത പരുന്തിന്റെ പുറത്തേക്ക് കയറി. മാർക്ക് അവിടെ നിന്ന് ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് തിരിച്ചു. മാർക്ക് ഫെല്ലർ ആ ബ്ലാക്ക് ഹോക്കിന്റെ പുറത്ത് അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഏകദേശം സന്ധ്യയായി. ആ സമയത്താണ് പെട്ടെന്ന് മാർക്കിന്റെ ആ പരുന്തിന്റെ പുറത്ത് രണ്ടാളുകൾ വന്നു പെടുന്നത്. അവരെങ്ങനെ ആ ബ്ലാക്ക് ഹോക്കിന്റെ പുറത്തേക്ക് വന്നു എന്ന് ചോദിച്ചാൽ മാർക്കിന് അറിയത്തില്ല. ശൂന്യതയിൽ കൂടിയാണ് അവരെത്തിയത്. മാർക്ക് ആ ബ്ലാക്ക് ഹോക്കിന്റെ പുറത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് അവ രണ്ടും വന്നത്. വളരെ വലിപ്പമുള്ള ആ കൂറ്റൻ പരുന്തിന്റെ മുകളിൽ എത്തിയ ആ രണ്ട് ചെറുപ്പക്കാരും മാർക്കിനെ നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, ഏയ് നിന്റെ ഈ പരുന്ത് കൊള്ളാം, ഇത് ഞങ്ങൾക്കിതാ. നിങ്ങൾക്ക് തരാനോ? എന്തടിസ്ഥാനത്തിൽ? അല്ല നിങ്ങൾ ആരാ? ഏയ് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ ഈ ബ്ലാക്ക് ഹോക്കിനെ ഞങ്ങൾ എടുക്കുകയാണ്. അതെങ്ങനെ ശരിയാവും? അങ്ങനെ മാർക്ക് ചോദിച്ചതും ആ ചെറുപ്പക്കാരിൽ ഒരാൾ പതുക്കെ മുന്നോട്ട് നടന്നു. വളരെ വിശാലമായ പുറമുള്ള ആ കറുത്ത പരുന്തിന്റെ പുറത്തുകൂടി നടക്കുന്ന ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, നീ ആരാ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നിന്റെ ഈ അഹങ്കാരം അത് ശരിയല്ല, അതുകൊണ്ട് നിന്നെ ഒരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഒരൊറ്റ ഇടി. മാർക്ക് ഫെല്ലർ ആ പരുന്തിന്റെ പുറത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് മാർക്കിന്റെ അടുത്തേക്ക് വന്ന അയാൾ മാർക്കിനെ ആഞ്ഞൊന്ന് ഇടിക്കുന്നത്. ഒറ്റ ഇടിക്ക് മാർക്കിനെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ ആ പരുന്ത് അവർക്ക് സ്വന്തമാണല്ലോ. പക്ഷേ മാർക്കിന്റെ പുറത്ത് ആഞ്ഞിടിച്ച ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഒന്ന് പുറകോട്ട് മാറി. അവന്റെ കൈ കൂടി ഇപ്പൊ ചോര ഒലിക്കുകയാണ്. അവന്റെ വിരലുകളൊക്കെ ഒടിഞ്ഞു നുറുങ്ങിയിട്ടുണ്ട്. അറിയാതെ ഒരു ഉരുക്ക് വാതിലിൽ നമ്മൾ ആഞ്ഞിടിച്ചാൽ എന്ത് സംഭവിക്കൂ അത് തന്നെ അവന്റെ കൈക്ക് സംഭവിച്ചിരിക്കുകയാണ്. അവന്റെ കൈ ആകെ മരവിച്ചതുപോലെയാണ്. ഭയത്തോടെ അവൻ മാർക്ക് ഫെല്ലർ നോക്കുമ്പോൾ മാർക്ക് അവന്മാർക്ക് നേരെ നടന്നു തുടങ്ങി.
അത് കണ്ടതും അപകടം മനസ്സിലാക്കിയ ആ ചെറുപ്പക്കാർ ആ പരന്തിന്റെ പുറത്തുനിന്ന് ജമ്പ് ചെയ്യാൻ ശ്രമിച്ചതും മാർക്ക് ഫെല്ലർ കൈയൊന്നുയർത്തി. ആ സമയത്ത് ആ പരന്തിന്റെ മുകളിലായി മാർക്ക് സൃഷ്ടിച്ച ആ കൂറ്റൻ കൈ മാർക്കൊന്ന് താഴ്ത്തിയതും ആ രണ്ട് ചെറുപ്പക്കാരും അടിയേറ്റ് താഴെ വീണു. നല്ല വലിപ്പമുള്ള പരന്തായതുകൊണ്ട് അവന്മാര് അടിയേറ്റിട്ടും അവിടെ തന്നെ കിടന്നു. മാർക്ക് അവർ രണ്ടിനെയും തൂക്കിങ്ങനെ എടുത്തിട്ട് രണ്ടിനെയും കൊല്ലാനായിട്ട് പോയതും അവിടെ വേറൊരാളോട് പ്രത്യക്ഷപ്പെട്ടു. മാർക്കിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് മൂന്നാമത്തെ ആള് ആ പരുന്നിന്റെ പുറത്ത് ലാൻഡ് ചെയ്യുന്നത്. ആ ആളെ കണ്ടതും മാർക്ക് ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. സീനിയർ ശ്രീഹരി അങ്ങനെന്താ ഇവിടെ? ഹേയ് മാർക്ക് ഫെല്ലർ, നമ്മൾ വീണ്ടും കണ്ടു അല്ലേ? മാർക്ക് താങ്ക് യു. സീനിയർ എന്താ സംഭവം? മാർക്ക് ഞാൻ യൗമാരെ ഫോളോ ചെയ്ത് എത്തിയതാണ്. അങ്ങനെ പറഞ്ഞിട്ട് ശ്രീഹരി ആ രണ്ടുപേരെയും ഒന്ന് നോക്കി. അവ രണ്ടുപേരും ശരിക്കും ഇപ്പോൾ വിറയ്ക്കുന്നുണ്ട്. ശ്രീഹരി അവരോട് ചോദിച്ചു, ഏയ് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയത്? ഏയ് ശ്രീഹരി, നീ ഞങ്ങൾക്ക് വലിയ പ്രശ്നമാണെന്നുള്ള കാര്യം ഞങ്ങളും സമ്മതിക്കുന്നു. പക്ഷെ ശ്രീഹരി, നിനക്ക് എത്ര നാള് ഞങ്ങൾ ഈ നോർത്തേൺ ടീമിനെ തടഞ്ഞു നിർത്താൻ പറ്റും? ഇന്നല്ലെങ്കിൽ നാളെ സൗത്തും നോർത്തും തമ്മിൽ യോജിക്കും. ആ സമയത്ത് നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇവിടെ വരിക തന്നെ ചെയ്യും. ശ്രീഹരി, നിനക്ക് ഞാനൊരു ഓഫർ നൽകാം. ഞങ്ങളുടെ നോർത്തേൺ ലാൻഡ്സിന്റെ ലോഡിന് കീഴിൽ ഫസ്റ്റ് എൽഡറായി നിനക്ക് മാറാനുള്ള ഒരു സുവർണ അവസരമുണ്ട്. അങ്ങനെ ചെയ്താൽ ഈ സദേൺ ലാൻഡും നോർത്തേൺ ലാൻഡും ഒന്നാകുമ്പോൾ ഈ മൊത്തം സംവിധാനത്തെയും നിയന്ത്രിക്കുന്ന ആളായി ശ്രീഹരി നിനക്ക് മാറാം. എന്തു പറയുന്നു? ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാചകങ്ങളെ കേട്ടതും ശ്രീഹരി ആ രണ്ടുപേരെയും പിടിച്ചൊരൊറ്റ ഇടി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോൾ ആ രണ്ടും കൊല്ലപ്പെട്ടു. ശ്രീഹരിക്ക് അവന്മാരുടെ ആ ഡയലോഗിന് മറുപടി പറയാൻ പോലും ഇഷ്ടമല്ലായിരുന്നു എന്ന് അയാളുടെ ആക്ഷൻ വിളിച്ചു പറയുകയാണ്. മാർക്ക് ഫെല്ലർ ശ്രീഹരിയോട് ചോദിച്ചു, സീനിയർ ശ്രീഹരി, ഇത് എന്താ സംഭവം? ആരാ ഇവർ? മാർക്ക്, ഇവര് നോർത്തേൺ പ്രോവിൻസിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണ്. സീനിയർ, നോർത്തേൺ പ്രോവിൻസിൽ നിന്ന് അവരെങ്ങനെ ഇവിടെ എത്തും? നമ്മുടെ സദേൺ പ്രോവിൻസിനെയും നോർത്തേൺ പ്രോവിൻസിനെയും വേർതിരിച്ചുകൊണ്ട് ഒരു ഡെഡ് റിവർ ഇല്ലേ? മാർക്ക്, യവന്മാരുടെ കയ്യിൽ ടെലിപ്പോർട്ടേഷൻ സംവിധാനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ തന്നെ ഓയിൽ പൈപ്പുകളും ഉണ്ട്. ടെലിപ്പോർട്ടേഷൻ സംവിധാനം മാർക്ക് ഫെല്ലർ ഉപയോഗിച്ചിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ഓയിൽഡ് പൈപ്പ് മാർക്ക് ആദ്യമായി കേൾക്കുന്നതാണ്. ഓയിൽ പൈപ്പോ? സീനിയർ, അതെന്താണ്? മാർക്ക്, ആ ഓയിൽ പൈപ്പാണ് യവന്മാരുടെ അസറ്റ്. അതിലൂടെ എപ്പോൾ വേണമെങ്കിലും അവന്മാർക്ക് ആ നോർത്തേൺ സൈഡിൽ നിന്ന് നമ്മുടെ ഈ വശത്തേക്ക് കടക്കാം. അല്ല സീനിയർ, അവരെന്തിനാ ഇവിടെ വരുന്നത്? അവന്മാർ അവിടെ എന്ത് ചെയ്യുന്നു അതിന് തന്നെയാണ് ഇവിടെയും വരുന്നത്. അല്ല സീനിയർ, എനിക്ക് മനസ്സിലായില്ല. മാർക്ക്, ഈ നോർത്തേൺ ലാൻഡിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ആ സ്ഥലം ശരിക്കും തണുത്തുറഞ്ഞ സ്ഥലമാണ്. അവിടെ നിന്ന് അവർ ഈ സൗത്തിലേക്ക് വരുന്നത് ഒറ്റ ഉദ്ദേശത്തിലാണ്, ആളുകളെ കൊല്ലുക, കൊള്ളയടിക്കുക. അവിടെ അവർ ഇതാ ചെയ്യുന്നത്. അത് വന്ന് ഇവിടെയും ചെയ്യുന്നു. അല്ല എന്തിനാ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാണെന്നോ? നമ്മുടെ സദേൺ ലാൻഡ് അവരെ സ്വന്തമാക്കാൻ. പക്ഷേ ഞാനത് അനുവദിക്കത്തില്ല. അങ്ങനെ ശ്രീഹരി പറഞ്ഞിട്ട് ആ ബ്ലാക്ക് ഹോക്കിൽ നിന്ന് ജമ്പ് ചെയ്യാനായിട്ട് പോയതും മാർക്ക് ഫെല്ലർ ശ്രീഹരിയോട് പറഞ്ഞു, താങ്ക് യു. ആ മാർക്ക്, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, നീ എങ്ങോട്ടാ പോകുന്നത്? സീനിയർ, ഞാൻ ഹെവൻലി ക്ലൗഡ് സെഷനിലേക്ക് പോവുകയാണ്. എന്തിന്? സീനിയർ, എന്റെ ഒരു സുഹൃത്തിനെ ആ ഫസ്റ്റ് എൽഡർ കൊന്നു. അതിന് പ്രതികാരം ചോദിക്കാൻ ഞാൻ പോവുകയാണ്. സീനിയർ, ഇക്കാര്യത്തിൽ ഇടപെടില്ലല്ലോ അല്ലേ? മാർക്ക്, ഈ പ്രോവിൻസിനകത്തുള്ള വിഷയങ്ങളിൽ ഞാൻ ഇടപെടില്ല. പക്ഷെ പ്രോവിൻസിനകത്തേക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ശല്യം ചെയ്താൽ ഞാൻ അവരെ നേരിടും. അത് എൻ്റെ ഒരു തീരുമാനമാണ്. മാർക്ക് ഫെല്ലർക്ക് സീനിയർ ശ്രീഹരി പറഞ്ഞ ആ വാക്ക് നന്നായി തറച്ചു. മാർക്ക് പൈറോയിലുള്ള സമയത്ത് പൈറോയെ എതിർ രാജ്യക്കാരെങ്കിലും ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായും മാർക്ക് രാജ്യത്തിനൊപ്പം നിന്നനെ. അതുപോലെയാണ് ഇവിടെ ശ്രീഹരിയുടെ സ്റ്റാൻഡ്. സദേൺ പ്രോവിൻസിനെ വേറെ ഏതെങ്കിലും പ്രോവിൻസുകാരെ ആക്രമിച്ചാൽ അയാൾ അത് കണ്ടുകൊണ്ട് വയ്ക്കത്തില്ല. പക്ഷെ അതേ സമയത്ത് അകത്തുള്ള ആളുകളുടെ തമ്മിലടിയും സൗന്ദര്യപ്പിണക്കവും പരസ്പരമുള്ള വിജയത്തിന് വേണ്ടിയുള്ള മത്സരമൊക്കെ അയാള് കണ്ടില്ലെന്ന് വെക്കും. അത് അവരുടെ അഭ്യന്തര കാര്യമാണ്. മാർക്ക് ഫെല്ലറോട് യാത്ര പറഞ്ഞിട്ട് ശ്രീഹരി പെട്ടെന്നാണ് ആ ശൂന്യതയിലേക്ക് ജമ്പ് ചെയ്തത്. അത് കണ്ടപ്പോഴാണ് ഹാൻസ് മില്ലർ പറഞ്ഞ ഒരു കാര്യം മാർക്കിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഒരിക്കൽ മാർക്ക് ഫെല്ലറും ഹാൻസ് മില്ലറും തമ്മിൽ സംസാരിക്കുമ്പോൾ മാർക്ക് ഹാൻസിനോട് ഇവിടുത്തെ യാത്രാ സംവിധാനങ്ങൾ എങ്ങനെയാണെന്ന് തിരക്കിയിരുന്നു. അത് കേട്ടപ്പോൾ ഹാൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ സദേൺ പ്രോവിൻസിൽ മാത്രമല്ല ഈ എൻറ്റയർ ലീ പെർഫെക്ചറിലും ആളുകൾ യാത്ര ചെയ്യുന്നത് അവരവരുടേതായ ചില രീതികളിലാണ്. മിക്കവാറും എല്ലാവരും വലിയ ഏരിയകൾ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമുകളാണ്. വേറെയും ശൈലികളൊക്കെ ഉണ്ട്. പക്ഷെ അതിശക്തർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ശൂന്യതയിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. ഹാൻസ് മില്ലർ പറഞ്ഞ ആ വാക്കുകളുടെ അർത്ഥം ഇപ്പോഴാണ് മാർക്കിന് മനസ്സിലാകുന്നത്. ഇവിടെ മാർക്ക് തന്റെ കൺമുന്നിൽ ആ കാഴ്ച കാണുകയാണ്. ശ്രീഹരി ബ്ലാക്ക് ഹോക്കിന്റെ മുകളിൽ നിന്ന് മുന്നോട്ടൊരൊറ്റ ജമ്പാണ്. ശരിക്കും പറക്കും പോലെ അയാൾ ആകാശത്തുള്ള അങ്ങ് പറന്നു പോവുകയായിരുന്നു. അയാൾക്ക് എത്ര ദൂരം അങ്ങനെ പറക്കാൻ പറ്റുന്നതൊന്നും മാർക്കിന് അറിയത്തില്ല. പക്ഷേ പറക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ടെന്നുള്ള കാര്യം മാർക്ക് ഇതാ കണ്ണുകൊണ്ട് കണ്ടിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ നേരെ
ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് തിരിച്ചു. ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്ത് സെക്ഷൻ ഫസ്റ്റ് എൽഡർ ഇപ്പോൾ ആരോഗ്യമൊക്കെ ഏതാണ്ട് പകുതിയോളം വീണ്ടെടുത്ത് കഴിഞ്ഞു. പക്ഷെ ഇനിയും ഒരു മാസം കൂടി മെനക്കെട്ടാലേ അയാളുടെ പൂർണ്ണ ആരോഗ്യം അയാൾക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. ഒരു 50% ആരോഗ്യം തിരിച്ചു കിട്ടിയെന്ന് പറയാം. അയാളുടെ 2 കൈയും 2 കാലും ഒടിഞ്ഞതാണല്ലോ, അതൊന്ന് ഊറി നേരെയാകാനുള്ള സമയം ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ അയാളുടെ നെഞ്ച് വലിച്ചു പിളർന്നിരുന്നു, അതും ശരിയായി യോജിച്ചു വരാൻ സമയമെടുക്കും. എന്തായാലും ആ മുറിവൊക്കെ മാറി അയാൾ ആരോഗ്യം ഇങ്ങനെ വീണ്ടെടുത്ത് വരികയാണ്. ഫസ്റ്റ് എൽഡറും മറ്റ് എൽഡേഴ്സും അതുപോലെ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഒരാൾ അകത്തേക്ക് ഓടി വന്നത്. ഫസ്റ്റ് എൽഡർ, നമ്മുടെ ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ മുകളിൽ കൂടി ഒരു കറുത്ത പരുന്ത് പറക്കുകയാണ്. പരുന്ത് പറക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് എൽഡർ, അങ്ങനെ അല്ല, അതൊരു കൂറ്റൻ പരുന്താണ്, അതിന് മുകളിൽ ആളുണ്ട്. ആളിനെ വഹിക്കാൻ കഴിയുന്ന പരുന്ത് എന്ന് പറയുമ്പോൾ അതൊരു ഡീമനിക് ബീസ്റ്റ് ആണ്. അങ്ങനെ ഒരു സാധനം സാധാരണഗതിയിൽ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ മുകളിൽ കൂടി പറക്കത്തില്ല. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ മുകളിൽ കൂടെ പറന്നാൽ ഇവിടെയുള്ള യോദ്ധാക്കൾ ആ ഡീമനെ എതിരിടുമെന്ന് ആ ഡീമൻ അറിയാം, അല്ലെങ്കിൽ ഡീമനെ പറത്തുന്നൊക്കെ അറിയാം. അത് വകവയ്ക്കാതെ ഇത് ആരാ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ മുകളിൽ കൂടെ പറക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായി അവിടെ കൂടിയുന്ന ആളുകളുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറി ഫീനിക്സിൽ സാക്ഷാൽ ബ്രദർ സാഹോ എന്ന ബോസ് സാഹോ ആ കാഴ്ച കണ്ടു. മാർക്ക് ഫെല്ലർ ഒരു കറുത്ത പരുന്തിന് മുകളിൽ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ പറക്കുന്നത്. അത് കണ്ടതും അയാൾ അവിടെയുള്ള ആളുകൾക്ക് ആജ്ഞ കൊടുത്തു, വേഗം ഗേറ്റ് അടയ്ക്ക്. അയാൾ ഗേറ്റ് അടയ്ക്കെന്ന് പറയുമ്പോൾ തന്നെ മാർക്കിന്റെ ശക്തമായ മുഴക്കമുള്ള ശബ്ദം ഹെവൻലി ക്ലൗഡ് സെക്ഷനെ മുകളിൽ കേട്ടു തുടങ്ങി. വേഗം പുറത്തു വാ, പുറത്തെത്തി നിന്റെ മരണം നീ ഏറ്റുവാങ്ങ്. മാർക്ക് ഫെല്ലറുടെ സ്പിരിച്വൽ എനർജി കമ്പയിൻ ചെയ്താണ് ഉറക്കെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ശബ്ദം എല്ലാ മേഖലയിലും എത്തുകയാണ്. ഏകദേശം 2 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ആ ഫീനിക്സ് റെസ്റ്റോറന്റ് ഇരിക്കുന്ന ജംഗ്ഷനിൽ വരെ ആ ശബ്ദം എത്തിയിരിക്കുകയാണ്. മാർക്കിന്റെ ആ ബ്ലാക്ക് ഹോക്ക് വളരെ താഴ്ന്നാ പറക്കുന്നത്. ശരിക്കും ഒരു സ്പേസ് ഷിപ്പിന്റെ മാതൃകയിൽ ആ ബ്ലാക്ക് ഹോക്ക് അങ്ങനെ പറന്നു വരുമ്പോൾ അതൊരു കാഴ്ച തന്നെയാണ്. ഈ സമയത്ത് ഫസ്റ്റ് എൽഡർ ആകാശത്ത് പറക്കുന്ന മാർക്ക് ഫെല്ലറെ കണ്ടു. ആ കറുത്ത പരുന്തിനെ കണ്ടതും അയാൾ കൂടുതലുള്ള ആളുകളോട് പറഞ്ഞു, അത് ഹാൻസിന്റെ പരുന്തല്ലേ? ഹാൻസിന്റെ പരുന്തല്ലേ എന്ന് ഫസ്റ്റ് എൽഡർ ചോദിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് എൽഡറുടെ മനസ്സിലേക്ക് ഒരു രൂപം കടന്നു വന്നു. സാക്ഷാൽ മാർക്ക് ഫെല്ലറുടെ രൂപം. മാർക്ക് ഫെല്ലറെ അയാൾ അവസാനം കാണുമ്പോൾ അയാൾക്കൊപ്പം ഹാൻസ് മില്ലർ ഉണ്ട്. ഹാൻസിന്റെ പരുന്ത് അവിടെ എത്തിയെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മാർക്കും അവിടെ എത്തിയെന്നാണ്. ഫസ്റ്റ് എൽഡർ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ പറഞ്ഞു, അത് മാർക്കാണ്. അങ്ങനെ ഫസ്റ്റ് എൽഡർ പറയുമ്പോഴേക്കും ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ഗേറ്റിന് പുറത്ത് ശബ്ദം കേട്ടു തുടങ്ങി. ഫസ്റ്റ് എൽഡർ, പുറത്തു വാ, അകത്ത് കയറി അടയിരിക്കാതെ പുറത്തു വാ. എടാ നീ ഭീരു അല്ലെങ്കിൽ പുറത്തു വാ. നിന്റെ ശിഷ്യൻ ലിയാൻഡ്രെ കൊന്നത് ഞാനാണ്. എന്നോട് പ്രതികാരം ചെയ്യാൻ നിനക്ക് താല്പര്യമില്ലേ? വാ, നിന്നെ കാത്ത് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഫീനിക്സിന്റെ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു ബ്രദർ സാഹോ എന്ന ആ ബോസ് സാഹോ. ബോസ് സാഹോ ഗേറ്റ് അടയ്ക്കുമ്പോഴേക്കും അതിനിടയിൽ കൂടി ഡിൽഡ പുറത്തേക്ക് ചാടി ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ലക്ഷ്യമാക്കി ഓടി തുടങ്ങി. അവള് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ അടുത്ത് ഓടിയെത്തുമ്പോഴാണ് മാർക്ക് ഫെല്ലർ ആ ബ്ലാക്ക് ഹോക്ക് നിർത്തിയിട്ട് നടന്ന് ഗേറ്റിനടുത്ത് എത്തുന്നതും അങ്ങനെ ഉറക്കെ വിളിക്കുന്നതും. അത് കണ്ടതും ഡിൽഡ ഉറക്കെ മാർക്കിനെ വിളിച്ചു, മാർക്ക് 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 ഫെല്ലർ. അവളുടെ ശബ്ദം കേട്ടതും അവളുടെ ഭാഗത്തേക്ക് നോക്കാതെ മാർക്ക് ഫെല്ലർ ഇടത് കൈ ഒന്ന് അനക്കിയതും ഒരു കാറ്റ് ആ ഡിൽഡ ഉൾപ്പെടെയുള്ള ആളുകളെ ഇടതുവശത്തേക്ക് അങ്ങനെ തള്ളി. ശരിക്കും ഡിൽഡ മാർക്കിനടുത്തേക്ക് ഓടി വരികയായിരുന്നു. അവളെ പൂ പോലെ ആ കാറ്റ് തള്ളി പുറകോട്ട് മാറ്റി. മാർക്ക് ഫെല്ലർ ആ ഡിൽഡയും ടീമിനെയും നോക്കാതെ വീണ്ടും അലറുകയാണ്. നാണമുണ്ടോ നിനക്ക്? ഭീരുനെ പോലെ അകത്തിരിങ്ങനെ ഒളിച്ചിരിക്കാൻ നിനക്കാൾ ധൈര്യം കാണുവളുടെ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്. വിധി, ഭീരു, പേടിത്തൊണ്ടൻ, ധൈര്യമുണ്ടെങ്കിൽ പുറത്തു വാടാ. മാർക്ക് അങ്ങനെ പറയുമ്പോൾ അകത്ത് ഫസ്റ്റ് എൽഡറും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററും മറ്റ് എൽഡേഴ്സും എല്ലാം അമ്പരന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഫസ്റ്റ് എൽഡർക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വന്നു. അയാള് ചാടി എണീക്കാൻ പോയെന്നും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഫസ്റ്റ് എൽഡറെ തടുത്തു. ഫസ്റ്റ് എൽഡർ, തൽക്കാലം താങ്കൾ ഇടപെടണ്ട, ഇതൊന്നും ഒരു വലിയ സംഭവമല്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ കൈയൊന്ന് അനക്കിയതും അയാളുടെ തൊട്ടു മുന്നിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും അയാൾ അവിടെ എത്താൻ റെഡിയായി നിൽക്കുകയാണ്. വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച ആ മനുഷ്യനെ കണ്ടതും ഫസ്റ്റ് എൽഡർ അറിയാതെ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ചോദിച്ചു പോവാണ്, ഓ വൈറ്റ് ഡ്രസ്? അതെ ഫസ്റ്റ് എൽഡർ, ഞാനും റെഡിയാണ്. ഫസ്റ്റ് എൽഡർ ആ വൈറ്റ് ഡ്രസ്സുധാരി അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ വൈറ്റ് ഡ്രസ്സുധാരി ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഈ മാർക്ക് ഫെല്ലർ എന്റെ മുന്നിൽ ഒന്നുമല്ല. അത് കേട്ടപ്പോ ഫസ്റ്റ് എൽഡർ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു,
ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത്. അതിന്റെ ഫലമായിട്ട് ഒരു മാസമായി ഇവിടെ കിടക്കുന്നത്. ഫസ്റ്റ് എൽഡർ സത്യസന്ധമായി പറഞ്ഞുപോയ ഒരു മറുപടിയാണ്. അത് കേട്ടതും ആ വൈറ്റ് വസ്ത്രധാരി ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഏയ് ഇതങ്ങനെയൊന്നുമല്ല, അവനെ തീർക്കാൻ എന്റെ ഈ കൈകൾ മതി. അയാൾ വളരെ ആത്മവിശ്വാസത്തിലാണ് അത് പറഞ്ഞത്. അത് കേട്ടതും ഫസ്റ്റ് എൽഡർ കൈ ഒന്ന് അനക്കിയതും അയാളുടെ കയ്യിൽ ഒരു ബെല്ല് പ്രത്യക്ഷപ്പെട്ടു. ആ ബെല്ല് കണ്ട ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ പോലും ശരിക്കും ഞെട്ടിയെന്ന് പറയാം. അത് ഒരു റിവേർഷൻ ടു ഓൾഡ് സ്റ്റേജ് മാന്ത്രിക ആയുധമാണ്. ആ ആയുധം ഫസ്റ്റ് എൽഡറുടെ കയ്യിലിരിക്കുന്ന കണ്ടതും ആ വെളുത്ത വസ്ത്രധാരിയുടെ കണ്ണുകളൊന്നും തിളങ്ങി. റിവേർഷൻ ടു ഓൾഡ് സ്റ്റേജിലുള്ള ഒരു ആയുധമൊക്കെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. ആ വെളുത്ത വസ്ത്രധാരി പക്ഷേ ആ സന്തോഷം മറച്ചു വെച്ചുകൊണ്ട് ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഓ ഇതൊക്കെ എന്തിനാ ഇപ്പൊ എടുക്കുന്നത്? ഏയ് നീ ഇത് പിടിക്ക്. അല്ല ഫസ്റ്റ് എൽഡർ, ഇതിൻ്റെ ആവശ്യമില്ല, ഇടോ പിടിക്ക്. ഫസ്റ്റ് എൽഡർ നിർബന്ധത്തോടെ പറഞ്ഞതും ഓ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ വെളുത്ത വസ്ത്രധാരി ആ ബെല്ല് കയ്യിൽ വാങ്ങിച്ചു. ഏയ് നിന്നേക്കാൾ അഹങ്കാരം എനിക്കും ഉണ്ടായിരുന്നു, പക്ഷേ എന്നെ ആ മാർക്ക് ഈ കിടക്കയിൽ എത്തിച്ചുവെങ്കിൽ നീ ശ്രദ്ധിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ഫസ്റ്റ് എൽഡർ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, നമ്മുടെ ആ 18 സേനയെ വിളിക്കും. 18 ഗർലകൾ എന്നറിയപ്പെടുന്ന ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ സൂപ്പർ രഹസ്യ സേനയെ രംഗത്തിറക്കാനാണ് ഫസ്റ്റ് എൽഡർ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞത്. അത് കേട്ടതും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഫസ്റ്റ് എൽഡർ അങ്ങനെ എന്തായി പറയുന്നത്? നമ്മളെ എല്ലാ രഹസ്യങ്ങളും ഇപ്പൊ തന്നെ നമ്മൾ രംഗത്തിറക്കിയാൽ ശത്രുക്കൾക്ക് മുന്നിൽ നമ്മൾ ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ എല്ലാ വാതിലുകളും തുറന്നു വെക്കും പോലെ ആവില്ലേ? അതൊന്നും വേണ്ട. മാർക്ക് ഫെല്ലർ ഒറ്റയ്ക്കല്ലേ, അവനെ നേരിടാൻ ഈ വൈറ്റ് റോബുകാരൻ മാത്രം മതി. പിന്നെ അങ്ങ് കൊടുത്ത് ഈ റിവേർഷൻ ടു ഓൾഡ് സ്റ്റേജ് ബെല്ലിരിക്കല്ലേ, അതിനൊക്കെ തരണം ചെയ്യാൻ മാർക്കിന് എങ്ങനെ കഴിയും? ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അങ്ങനെ തീർത്തു പറഞ്ഞതും ഫസ്റ്റ് എൽഡർ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, ഏയ് ഞാൻ വീണ്ടും പറയുന്നു, ഈ പ്രാവശ്യം അവൻ ജീവനോടെ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പാടില്ല. ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ മുറ്റത്ത് വന്ന് നിന്നിട്ട് ഒരാൾ അങ്ങനെ വെല്ലുവിളിച്ചാൽ അത് നമ്മൾ അനുവദിച്ചു കൊടുത്തു എന്ന് അറിഞ്ഞാൽ നാളെ ആരും അത് ആവർത്തിക്കും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അവനെ തീർക്കണം. ഫസ്റ്റ് എൽഡർ ശരിക്കും ഉറച്ച തീരുമാനമായിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഫസ്റ്റ് എൽഡർ ഓക്കെ ഞാൻ സമ്മതിച്ചു. ആദ്യം എന്തായാലും ഈ വൈറ്റ് റോബ് അയാളുടെ കഴിവൊന്ന് ഉപയോഗിക്കട്ടെ. അയാൾക്ക് പറ്റില്ലെങ്കിലല്ലേ നമ്മൾ ഈ 18 സേനയെ ഉപയോഗിക്കേണ്ടി വരും. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.